എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് സ്വാഗതം. നമ്മളുടെ നാട്ടിലൊരു വലിയ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മളുടെ ചാനലിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല പരിപാടികളും നമ്മൾ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ടുള്ള ഒരു സമയത്താണ് വീണ്ടും ഒരു ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശനം നമ്മൾ നടത്തേണ്ട ഒരു ഗതികേട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. നമ്മുടെ കോളിംഗ് ഒക്കെ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. കോളുകളൊക്കെ എപ്പോഴും വരാറുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും നമുക്ക് മനസ്സില്ല. ആ ഒരു മാനസികമായിട്ട് നമുക്കത് സാധിക്കാത്തതുകൊണ്ട് നമ്മളത് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്തും ഇവിടെ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അരങ്ങേറുന്നത് കാണുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടി വരികയാണ്. നമ്മളുടെ മദ്രസ ജീവികൾ ഒപ്പിക്കുന്ന ചില കുൽസിത പരിപാടികൾ അതുതന്നെയാണ് ഇവിടെ വീണ്ടും ചർച്ചയാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വയനാട് സംഭവിച്ചിട്ടുള്ള ആ വലിയ ദുരന്തം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ലാൻഡ് സ്ലൈഡ് ദുരന്തം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളൊരു സംഗതി. അതിൻ്റെ പശ്ചാത്തലത്തിൽ പോലും മതം വളർത്താൻ വേണ്ടി നടത്തുന്ന ഒരു കുൽസിതം അതാണ് നമ്മളിവിടെ എക്സ്പോസ് ചെയ്യുന്നത്. അതായത് തങ്ങൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നത് ബർമുടയും ബാക്കിയുള്ള ആളുകൾ അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു വെക്കുമ്പോൾ അത് സാമൂഹിക ദ്രോഹവുമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ മതത്തെ വിറ്റഴിക്കാനുള്ള ഒരു വേദിയാക്കി ഈ ദുരന്തമുഖത്തെ പോലും ഉപയോഗിക്കുന്ന മദ്രസ ജീവികളുടെ കാപട്യം അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് നമ്മളിന്നിവിടെ ചർച്ചയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഉള്ള വീഡിയോ നമുക്ക് കാണാം. ഒരു 10 മിനിറ്റോളം ചുരുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ദൈർഘ്യം. എന്നാലും അതിൽ പ്രസക്ത ഭാഗങ്ങൾ പ്ലേ ചെയ്തുകൊണ്ട് പരിശോധിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ഒന്ന് ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ. പിന്നെ അതുകൂടാതെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് അത് ചെയ്യാം. മറ്റൊരു അറിയിപ്പും കൂടിയുള്ളത്, നമ്മളുടെ സ്വതന്ത്ര ചിന്തകരുടെ മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഈ വയനാട് മേഖലയിലുണ്ട്. പിന്നെ ഈ മതജീവികൾ നടത്തുന്നത് പോലെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു നിങ്ങൾ എന്താ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന അശ്ലീലവുമായിട്ട് നമ്മൾ നടക്കാറില്ല. ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ. ഞങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. നന്മ മുഴുവൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്ന ആ ഒരു അശ്ലീലം ഇതവരുടെ പരിപാടിയാണ്. എപ്പോഴും നമ്മളത് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ നന്മ മാത്രം എടുക്കുന്ന സമയത്ത് ഈ തിന്മയും വരുമ്പോൾ നിങ്ങൾ എടുക്കുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് മിണ്ടില്ല. ഓടും, കണ്ടം വഴി ഓടും. ഇതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് NRC നോൺ റിലീജിയസ് സിറ്റിസൺസിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ചെറിയ സംഘടനയാണ്. പുതിയതായിട്ട് ഉണ്ടായി വന്നിട്ടുള്ളൊരു ചെറിയ സംഘടന. എല്ലാ ജില്ലയിലൊന്നും ആളുകളായിട്ടില്ല. എന്നാൽ ഉള്ള ആളുകളെല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ എന്തും ചെയ്യാൻ വേണ്ടി റെഡിയായി. ഇതിനോടകം തന്നെ വയനാടുള്ള നമ്മൾ സുഹൃത്തുക്കളൊക്കെ അതിനുവേണ്ടി ഓടി നടക്കുന്ന ഒരു ഘട്ടം. അതുകൂടാതെ മറ്റു പല സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. എന്തായാലും NRCയുടെ നേതൃത്വത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു കുടുംബത്തിനെങ്കിലും സാധ്യമാകുന്ന വാസയോഗ്യമായ ഒരു സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നതാണ് നമ്മളുടെ ഒരു വലിയൊരു ലക്ഷ്യം. ഒരു 10 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരുന്ന രീതിയിലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അതിൻ്റെ അനൗൺസ്മെൻറ്റ്സ് നാളെ ഉണ്ടാവും. അതിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുന്നുണ്ട്. അതിനുള്ള ഏകോപനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതവിടെ സുഗമമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ടുള്ള അതിന് മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണ് ഈ ചർച്ചയ്ക്ക് വഴിവെച്ചത്, ഇതാണ് നമ്മൾ ആദ്യമേ ഒന്ന് നോക്കാനുള്ളത്. സോറി. ഓക്കെ, ഇപ്പോൾ ശരിയായില്ലേ ക്യാമറ? യെസ്, ഓക്കെ, താങ്ക്സ്. നമ്മൾ ഓട്ടോ ഫോക്കസിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം, ചില വീഡിയോസ് അത് ശ്രദ്ധയപ്പെട്ടു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഖുർആൻ എന്താണ് ഇതിലൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്നും പറഞ്ഞിട്ടുള്ളൊരു സാധനം. ഇതിൻ്റെ ഇടയിൽ കൂടെ മതം വളർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില ശ്രമം എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് യൂട്യൂബിലുള്ള വീഡിയോയുടെ തംബ്നെയിൽ മാത്രമാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൂടാതെ ഈ ഒരു സംഗതി ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ തങ്ങളുടെ വാദം അവിടെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിക്കൊണ്ട്, അതല്ലെങ്കിൽ തങ്ങൾ പറയുന്നതിൽ നിന്നും വിപരീതമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ മുഴുവൻ നികൃഷ്ട ജീവികളായി അവരെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പോലുള്ളൊരു ശ്രമം അതും കൂടി ഇവിടെ നടത്തുന്നത് നമ്മളുടെ മുഹമ്മദ് നബിയെ പണ്ടൊന്നും കാണാത്ത രൂപത്തിൽ എയറിലേക്ക് കയറ്റിവിട്ട്, അതായത് കല്യാണം, ഒരു മുട്ടാ കല്യാണം നടത്തി പെണ്ണുപിടുത്തം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഗതി, ആ സംഗതിയാണ് അവിടെ നടത്തിയതെന്ന് നമ്മൾ പറയുമ്പോൾ ഈ മുട്ടാ കല്യാണം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് അറിയാത്തൊരു സാധനമായിരുന്നു. ഇന്നിപ്പോൾ നാട്ടുകാർ മുഴുവൻ അറിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വഴിവെച്ച നമ്മളുടെ പൊന്ന് ബാസിലിക്ക തന്നെയാണ് ഇവിടെ വീണ്ടും നമുക്ക് ഹാജരായിട്ടുള്ളത് ഈ ഒരു വീഡിയോയുമായിട്ട്. അപ്പോൾ അതിലേക്കാണ് നമുക്ക് കിടക്കാനുള്ളത്. അപ്പോൾ ഈ രണ്ട് സംഗതി നമ്മൾ കാണുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കത്തും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വരണം. എന്നിട്ട് വേണം നമ്മൾ ഈ വീഡിയോ കാണാൻ.
ഇതൊരു രണ്ടാം ക്ലാസ്സുകാരി ചോദിച്ചൊരു ചോദ്യം എന്നാണ്, അല്ലെങ്കിൽ ഒരു ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ച ഒരു വാർത്തയാണ്. അതിലെഴുതിയിരിക്കുന്നതാണ്, ഇന്ന് സ്കൂൾ ലീവായിരുന്നു. ഉച്ചയ്ക്ക് അമ്മ TV വെച്ചപ്പോഴാണ് ഞാൻ വാർത്ത കണ്ടത്. വയനാട്ടിലെ മേപ്പാടി എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടി ആ നാട് മുഴുവൻ വെള്ളത്തിനടിയിലായി. ഒരുപാട് ആളുകൾ മരിച്ചു, കുറേ പേർ കാണാതായി, കുറേ വീടുകൾ പൊട്ടിപ്പോയി, TV-യിൽ ആളുകൾ കരയുന്നു. ദൈവം എന്താ ആരെയും രക്ഷിക്കാത്ത? ഇതാണ് ഒരു രണ്ടാം ക്ലാസ്സുകാരിയുടെ ചിന്തയിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി ഇങ്ങനെയുള്ള ചോദ്യം രണ്ടാം ക്ലാസ്സുകാരി മുതൽ ബോധമുള്ള ആളുകൾ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെ എങ്ങനെയാണ് ഇവിടെ ഈ ബാസിലിനെ പോലെയുള്ള മദ്രസ ജീവികൾ അവിടെ ചിത്രീകരിച്ച് വെക്കുന്നത് എന്നാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ. നമ്മുടെ സഹോദരങ്ങൾ അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയും ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഇപ്പോഴും ഒരുപാട് ആളുകൾ മരണത്തോട് മല്ലിട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന ആ കാഴ്ചകൾ, ആ വാർത്തകൾ നമുക്കൊരിക്കലും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നമ്മുടെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിലക്ക് നമ്മളെല്ലാവരും അതിനിപ്പോൾ ആ ഓരോ വീഡിയോസിൻ്റെ കമൻറ്റുകളിലേക്കൊക്കെ പോയാൽ ആ വേദന സ്വയം ഏറ്റെടുക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പടച്ചോനെ അവർക്ക് എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകണേ, അവരുടെ പ്രയാസം നീക്കി കൊടുക്കണേ, ദൈവമേ ഭഗവാനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ ഒരു വേദന സ്വയം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇത് വെറുതെ ഇങ്ങനെ കുറച്ച് കമന്റ് ഇടുക എന്നുള്ളത് മാത്രമല്ല, മലയാളികൾ എന്ന നിലക്ക് നാം കഴിഞ്ഞ പ്രളയത്തിന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒത്തൊരുമിച്ച് ആ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ നമുക്കിപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വിവിധ മതസംഘടനകളും സന്നദ്ധ സംഘടനകളും എല്ലാം അവിടേക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ ഒരു സ്വഭാവം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുടക്കം മുതൽ ഈ ഒരു ഭാഗം തന്നെ കേൾപ്പിച്ചത്. അതായത് ഇതിൽ കുറച്ച് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ബാസിൽ പറയുന്നുണ്ട്. അതായത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. നമ്മൾ ഈ കപടശാസ്ത്രം വിൽക്കുന്ന ആളുകൾ, മതം ചെലവഴിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഹോമിയോപ്പതി ആയുർവേദം വിൽക്കുന്ന ആളുകൾ എന്താ ചെയ്യുക, അവർ ഹ്യൂമൻ അനാറ്റമിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഫിസിയോളജിയെക്കുറിച്ച് ബയോകെമിസ്ട്രിയെ കുറിച്ചൊക്കെ ഘോരഘോരം പറയും. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ അറ്റത്ത് ഹോമിയോപ്പതി പിടിപ്പിക്കും എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ബാസിലും ചെയ്യുന്ന എന്താണ്, ഇവിടെ നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മനുഷ്യരെന്ന നിലയ്ക്ക് ജാതി മത ഭേദമന്യേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം എടുത്തു വെച്ച് അതിലെ നന്മയെ വാഴ്ത്തിക്കൊണ്ട് അതെല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷം എന്നിട്ട് അതിലേക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന ചില വർഗീയ ശക്തികൾ അല്ലെങ്കിൽ ഈ വിഷയത്തെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ആളുകളെ ഇവിടെ എക്സ്പോസ് ചെയ്ത് അവരെ കുറിച്ചുള്ള ഒരു വിമർശനം ഉന്നയിച്ചതിന് ശേഷം ഇവരെപ്പോലെയാണ് ഈ പറയുന്ന രണ്ടാം ക്ലാസ്സുകാരി ഉൾപ്പെടെയുള്ള ഈ ദൈവം എന്താണ് ആരെയും രക്ഷിക്കാത്തത് എന്ന് ആ നിഷ്കളങ്ക ചോദ്യം ഒരു ബോധമുള്ള ഒരാൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന ആളും എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതി, അതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ഒരു മദ്രസ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുന്നു. ഇങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിടുന്നു. ഇവരെ എന്നിട്ട് മതത്തിൻ്റെ ഉള്ളിലേക്ക് തളച്ചിട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം മത അടിമകളാക്കിയിട്ട് മാറ്റുന്നു. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കാം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. എത്തുകയും അവിടെ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചുകൊണ്ട് എന്താണോ ഇല്ലാത്തത് അത് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ, ബ്ലഡാണോ അല്ലെങ്കിൽ വസ്ത്രമാണോ, എത്രയും പെട്ടെന്ന് തങ്ങളുടെ ടെക്സ്റ്റൈൽസിലുള്ള എല്ലാ വസ്ത്രവും അവർക്ക് കൊടുക്കട്ടെ, അവരൊരിക്കലും പ്രയാസം അഭിമുഖീകരിക്കരുത് എന്ന നിലക്ക് ആ ഒരു ദുരന്തത്തെ ഏറ്റവും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അഭിമുഖീകരിക്കാൻ മലയാളികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കുന്നുണ്ട്. ആ ഒരു പരിശ്രമങ്ങൾ, ആ ഒരു ഒത്തൊരുമ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ ആ വേദനപ്പെടുന്ന ആളുകൾ, മരണപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് പിന്നെ ആ ഒരു പ്രയാസത്തിൽ ഒരു ലഘൂകരണം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ഇവിടെ കണ്ടല്ലോ. അതായത് ഈ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്ന ആ വാക്ക് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. പ്രാർത്ഥിച്ചോളൂ, എന്താ കുഴപ്പമുള്ളത്? പക്ഷേ നിങ്ങൾ ഇവിടുത്തെ ഒരു മതം ആചരിക്കാനുള്ള ആ ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാൻ ഉള്ളൊരു അവകാശം നിങ്ങൾ കാണുന്നു, അത് പറയുന്നു. അപ്പോൾ നിങ്ങൾ ബാസിൽ ആലോചിക്കേണ്ട കാര്യം, ഇങ്ങനെ ചിന്തിക്കാതിരിക്കാനുള്ള അവകാശവും ഈ ഇന്ത്യയിൽ ഇതേ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്കുണ്ട്. അത് ബാസിൽ മറന്നു പോകുന്നു. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടു, ഇനി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇനി അതിനുശേഷം പിന്നെ നമ്മൾ കാണുക,
ഉടനെ ഈ ഒരു വിഷയത്തിലേക്ക് ശരിക്കും യഥാർത്ഥത്തിൽ വിഷം കലക്കിയ കുറച്ച് ആളുകളെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അതിനോട് ഞാനും യോജിക്കുന്ന കാര്യമാണ്. അത് ബാസിൽ ചൂണ്ടിക്കാണിച്ചത് വളരെ നല്ല കാര്യമാണ്, ഒരു സംശയമില്ല. നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ച പറഞ്ഞ കാര്യം തന്നെയാണ്, വിമർശിച്ച കാര്യം തന്നെയാണ്. അതിനോടൊന്നും നമുക്കൊരു വിയോജിപ്പില്ല. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. കാരണം ബാസിൽ പറയുന്നതിൽ നല്ല കാര്യവും നമ്മൾ എടുത്ത് പറയണമല്ലോ, അതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതും കേൾക്കാം. പ്രകൃതി ദുരന്തത്തെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പ്രകൃതി ദുരന്തത്തോടൊപ്പം ചില സാമൂഹിക ദുരന്തങ്ങളെയും കൂടി നമ്മൾ ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കുന്നു, അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാൻ പറയുന്നത് വളരെ മൈന്യൂട്ട് ഫ്രാക്ഷനെ കുറിച്ചാണ്. പക്ഷേ ആ ഒരു ഫ്രാക്ഷൻ നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് ആ കമൻറ്റുകൾ, ഏതൊരു വീഡിയോയുടെ കമൻറ്റ് നോക്കിയാലും പ്രാർത്ഥനകളും ഐക്യദാർഢ്യങ്ങളും വേദനകളും എല്ലാം പങ്കുവെക്കുന്ന ഒരു വലിയൊരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചില പുഴുക്കുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് അതിലൊരു സന്തോഷം കണ്ടെത്തുന്നത് ആളുകൾ അല്ലെ. കേരളം BJP വിജയിപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർ അഭിമുഖീകരിക്കട്ടെ. രാഹുൽ ഗാന്ധി MP ആക്കിയ ആളുകളല്ലേ, അഭിമുഖീകരിക്കട്ടെ. അതുപോലെ തന്നെ അവർ അനുഭവിക്കട്ടെ. അതുപോലെ തന്നെ ഇത് മലപ്പുറത്തായിരുന്നു സംഭവിച്ചതെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായേനെ എന്നൊക്കെ രൂപത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് നോർത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, മനുഷ്യൻ്റെ ചിന്ത എത്രത്തോളം മലീമസമാക്കാൻ പല ഐഡിയോളജികൾക്കും സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. കാരണം നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ വെള്ളത്തിൻ്റെ അടിയിൽ അതുപോലെ തന്നെ ചെളിയിൽ ആണ്ടുകൊണ്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മലയാളികളല്ലേ, അനുഭവിക്കൂ. നിങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിച്ച ആളുകളല്ലേ, രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച ആളുകളല്ലേ, അനുഭവിക്കൂ, അഭിമുഖീകരിക്കൂ, നിങ്ങൾ അനുഭവിക്കൂ. മലപ്പുറത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായേനെ എന്നൊക്കെ പറയാൻ തോന്നണമെങ്കിൽ ആ ഒരു മനസ്സ് എത്രത്തോളം വികൃതമായിരിക്കും, എത്രത്തോളം മലീമസമായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അത് ആലോചിച്ച പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ദുരന്തത്തിൻ്റെ എല്ലാം ഇടയിൽ ഈ വിഷവിത്തുകളെ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് പെടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പെടഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ആ വിഷയം തന്നെയാണ് നമുക്കും ഇവിടെ പറയാനുള്ളത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. ഈ ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് ഇതുപോലെ കേരളത്തിൽ അത് മലപ്പുറത്തായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുന്നത് ആര് തന്നെയായാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും പറയാൻ പാടില്ല. അവരുടെ മനസ്സ് എത്രമാത്രം ജീർണിച്ചതാണ്, മനുഷ്യനോടുള്ള സ്നേഹം ഒട്ടും തന്നെ ഇല്ലാത്ത ആളുകളാണ് എന്ന് നമുക്ക് സമ്മതിക്കണം. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ബാസിൽ ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയായ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു വയനാട്, അപ്പോൾ അതുകൊണ്ട് BJP ആയിരുന്നെങ്കിൽ ഇത് ഉണ്ടാവില്ലായിരുന്നു എന്ന ധ്വനി അവിടെ വെക്കുന്ന ആ തരത്തിലുള്ള ചിന്ത കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവിടെ നമ്മളതിനെ എതിർത്തിരിക്കും. അങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള കമൻസ് നമ്മൾ കാണുന്നു. അത് നന്നായി എന്ന് പറയുന്ന തരത്തിലുള്ള കമൻറ്റുകൾ കാണുമ്പോൾ അത് നമ്മൾ എതിർത്തിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ അവിടെ നമ്മളുടെ ബാസിലിനോട് എനിക്ക് പറയാനുള്ളൊരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള മറ്റ് ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് നന്നായി, അത് BJPക്കാർക്ക് കിട്ടിയതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെയുള്ള പണികൾ ഒപ്പിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ബാസിൽ ഇതൊക്കെ പറയാൻ ഇവിടെ തന്നെ വേണം. എനിക്കിത് പറയാൻ കഴിയും. കാരണം എന്താണ്, നമ്മൾ ഇരുകൂട്ടരും ഈ പണി ഒപ്പിക്കുമ്പോൾ നമ്മളതിനെ വിമർശിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്കത് ധൈര്യമായിട്ട് പറയാൻ കഴിയും. ഇവിടെ ചില സൈനികരൊക്കെ മരിച്ചു വീണപ്പോൾ അവരുടെ ആ മരണവാർത്തയുടെ താഴെ പോയിക്കൊണ്ട് നമ്മളുടെ കുമ്മോജി ഇട്ടിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഇവിടുത്തെ പല മുസ്ലിങ്ങളും. അതിൽ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. കാരണം എന്താണ്, അവർ കൊല്ലപ്പെട്ടത് പാകിസ്ഥാൻകാരൻ്റെ വെടിയേറ്റിട്ടാണ് എന്നതിൻ്റെ പേരിൽ സന്തോഷിക്കുന്ന മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഇവിടെ നമ്മൾ കണ്ടതാണ്. എല്ലാം പോട്ടെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്ത, ഒക്ടോബർ 7 സംഭവിച്ചിട്ടുള്ള ആ ഒരു ആക്രമണത്തിൽ അത് റെസിസ്റ്റൻസ് ആണ്, അത് അങ്ങനെ കൊല്ലുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അതിനെ ന്യായീകരിക്കാൻ ഇവിടെ മുന്നിൽ നിന്നത് ഇതേ മുസ്ലിങ്ങൾ തന്നെയാണ്. കേരളത്തിലടക്കം മുസ്ലിങ്ങളാണ്. അന്ന് ബാസിലിന് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പറയണം. അത് വലിയ അപകടമാണ്. ബാസിൽ ചെയ്ത അല്ലെങ്കിൽ ആ പറഞ്ഞു വെച്ച കാര്യം ബാസിൽ തന്നെ ചെയ്യുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മളുടെ ഹമാസിൻ്റെ തീവ്രവാദ നേതാവ് ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മളെന്താ കണ്ടത്? ആ തീവ്രവാദിക്ക് വേണ്ടിയിട്ട് ഇവിടെ അനുശോചനം. അതുപോലെ ഇപ്പോൾ SIയുടെ നേതൃത്വത്തിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ, നമ്മളുടെ മുക്കാൽ മീഡിയയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അവിടെ വിഷമം പങ്കുവെച്ചുകൊണ്ടുള്ള കാര്യങ്ങളും അവരെ വാഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങളും മയ്യത്ത് നിസ്കരിക്കാനടക്കമുള്ള ആഹ്വാനങ്ങളുമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ബാസിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഇതാണ് നമുക്ക് അറിയേണ്ടതുള്ളത്. ഈ 7-ാം തീയതി ഒക്ടോബർ 7 നടന്ന ആ ഒരു പ്രവൃത്തിയെ അപലപിക്കാൻ എത്ര മുസ്ലിങ്ങൾക്ക് സാധിക്കും? ഇതേ മനുഷ്യന്മാരെ, സിവിലിയൻസിനെ കൊല്ലുന്നത് വലിയ തെറ്റാണ് എന്ന് പറയുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ കടന്നു കയറിക്കൊണ്ട് നടത്തിയ ആ സിവിലിയൻസിന് നേരെ ഉണ്ടായിട്ടുള്ള അറ്റാക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് ഒരു പ്രശ്നമായിട്ട് തോന്നാത്തത്?
അവിടെയാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഒരു വിഷയമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ളൊരു വിഷയമായിട്ട് വരുമ്പോൾ മാത്രമാണ്. ഇനി മുസ്ലിങ്ങൾക്ക് നേരെയുള്ളതാണെങ്കിലും അത് അവിടെ വേട്ടക്കാരൻ്റെ ആ ഒരു കാറ്റഗറി ആയിട്ട് വരുന്ന ആളുകൾ, ആ സൈഡിൽ വരുന്ന ആൾ, അത് അമുസ്ലിമായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം, പ്രത്യേകിച്ച് ജൂതനായിരിക്കണം അല്ലെങ്കിൽ സംഘിയായിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നാവ് പൊന്തുള്ളൂ. ഷിയാക്കൾ സുന്നിയെ വെട്ടുമ്പോഴോ സുന്നി ഷിയയെ വെട്ടുമ്പോഴോ അഹമ്മദിയാക്കൾ ഓടിച്ചിട്ട് അടിക്കുമ്പോഴോ നിങ്ങൾക്ക് പ്രശ്നം തോന്നാറില്ല. യമനികളെ സൗദികൾ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരാറില്ല. അവിടെ സുഡാനിലും അതുപോലെ സിറിയയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് കരച്ചിൽ വരാറില്ല. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്നത് ഒരു വാട്ടർ ബോട്ടറി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ എടുത്ത് പറയുന്നത്. നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമാണ്. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന സമയത്ത് പോലും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾ. അതല്ലാതെ അത് പറയാൻ വേണ്ടി നിങ്ങൾ ഒരിക്കൽ പോലും ആയിട്ട് പോലും ഇവിടെ ഒരു സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ ഉത്തരാഖണ്ഡിൽ അവിടെ ഇതുപോലെ ഒരു പ്രളയമുണ്ടായ സമയത്ത് ഇതേപോലെ മുസ്ലിങ്ങൾ എന്താ പറഞ്ഞ് നടന്നത് അവിടെ ഹിന്ദി ബെൽറ്റ് ആയതുകൊണ്ട് അവിടെ പ്രളയമുണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള കാഴ്ച നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പലതരത്തിലുള്ള പ്രളയം വരുമ്പോഴും ഇതുപോലുള്ള കമൻസ് പാസ്സാക്കുന്ന അവസ്ഥ, അത് ലാൻഡ് സ്ലൈഡിൻ്റെ രൂപത്തിലായാലും എന്ത് തന്നെയായാലും അങ്ങനെ പറഞ്ഞു വെക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാം. ചൈനയിലുണ്ടാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സന്തോഷിച്ചത് നമ്മൾ കണ്ടതാണ് കൊറോണയുടെ സമയത്ത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒരു വശത്ത് ഒരു കൈ കൊണ്ട് ചെയ്യുകയും എന്നിട്ട് ഇപ്പുറത്ത് ഇതുപോലെ ഇരുന്നിട്ട് സാരോപദേശം നടക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയായ പ്രവണതയല്ല. നിങ്ങളിത് പറയുമ്പോൾ അത് ഇരുവശത്തും നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത പരിപാടിക്ക് നിങ്ങൾ നിൽക്കണ്ട എന്ന് തന്നെയാണ് എനിക്ക് അവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഇനി ബാക്കി കേൾക്കാം. ഇനിയാണ് ഇവിടുന്ന് കഥ മാറാൻ പോകുന്നത്. ഇതുവരെയൊക്കെ സാരോപദേശമൊക്കെ നമുക്ക് കൊള്ളാം. വിഷയങ്ങളെ വിശകലനം ചെയ്തതെല്ലാം നമ്മൾ സമ്മതിക്കുന്നു, അതിൽ ശരിയുണ്ട്, എല്ലാം നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ, ദൈവം എവിടെ പോയി, നിങ്ങളുടെ ദൈവം എവിടെ, നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവം എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ തരത്തിൽ ഒരു ഭാഗത്ത് ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ വിശ്വാസത്തെയും അവരുടെ ദൈവത്തെയും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെയും എല്ലാം ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കളിയാക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്ന ആളുകളെയും ഇതേപോലെ തന്നെ മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആണോ? ഇതേപോലെ തന്നെയാണോ അവരെ കാണേണ്ടത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബാസിലിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നു, അത് ഇതേപോലെ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വാദം അതവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു വെക്കുന്ന ഒരു ഒപ്പിക്കൽ പരിപാടിയാണ്. അത് ഈ മദ്രസ ജീവികളുടെ സ്ഥിരം ഏർപ്പാടാണ്. ഓഞ്ഞ ഉദാഹരണങ്ങൾ. ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടാവും. അതായത് സമൂഹത്തിൽ അല്ലെങ്കിൽ ഇവിടെ നാച്ചുറൽ വേൾഡിൽ മൃഗങ്ങൾ തമ്മിൽ ഇതുപോലെ റേപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ മൃഗങ്ങൾ പരസ്പരം തമ്മിൽ കടിച്ചു കീറി കൊല്ലുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെയാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുന്നൊരു ചോദ്യം. പിഡോഫീലിക് ആവുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതുപോലെയാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അത് തമ്മിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിഡോഫീലിയെ സമ്മതിക്കുമോ, റേപ്പ് സമ്മതിക്കുമോ, ഇൻസെസ്റ്റ് സമ്മതിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നടക്കുന്ന ഓഞ്ഞ ഉദാഹരണങ്ങൾ, ഓഞ്ഞ കമ്പാരിസൺസ്, ഇതാണ് നിങ്ങൾ സ്ഥിരം നടത്താറ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇതുപോലെ ഒരു മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വേദിയെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഈ ഒരു ഘട്ടത്തെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് ഈ ചോദ്യം ചോദിക്കാനുള്ള അവകാശവും അത് ഇവിടുത്തെ ഓരോ പൗരനുണ്ട്. അത് സമ്മതിക്കാൻ എന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? നിങ്ങൾ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയുടെ കഥ. രാഹുൽ ഗാന്ധി പൊക്കി പിടിച്ചിരിക്കുന്ന ആ പുസ്തകം അതൊന്ന് മറിച്ച് നോക്കുക. ആ നോക്കുമ്പോൾ അതിനകത്ത് ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞിട്ടൊരു ഘട്ടം, അവിടെ ഒരു ആർട്ടിക്കിൾ വരും. അതിനകത്ത് എഴുതിയിരിക്കും ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. നിങ്ങൾ മതസ്വാതന്ത്ര്യമുണ്ട്, മതം ഒരു വലിയ സംഭവമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അവിടെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾക്ക് തെറ്റെന്നും ശരിയെന്നും തോന്നുന്ന കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക മാത്രമല്ല, മതം പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം നിങ്ങൾക്ക് പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ അത് നടത്താനുള്ള അവകാശവും അതിവിടെ ഉണ്ട്. അപ്പം മതം മാത്രമല്ല ഇവിടെ പ്രചരിപ്പിക്കാനുള്ള അവകാശം, മതവിരുദ്ധതയും മതത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം കൂടി ഇവിടെ ഉണ്ട്. മാത്രമല്ല ആർട്ടിക്കിൾ 19 കൂടി നിങ്ങൾ എടുത്ത് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു സാധനം കൂടി അതിനകത്ത് വരും. അപ്പോൾ പറയാനുള്ളത് ബാസിലിനെ പോലെയുള്ള ആളുകളോട്, മതജീവികളോട്, മദ്രസകളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പുസ്തകം പൊക്കി പിടിച്ച് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല, അത് മറിച്ച് നോക്കണം. അതിനകത്ത് പച്ച
അറബി മലയാളത്തിൽ എഴുതാത്തതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അത് നമുക്ക് അറബി മലയാളത്തിലും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി തരാൻ വേണ്ടി പറയാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇനിയും സമാധാനത്തിന് വേണ്ടിയിട്ട് ഇനി അതിൻ്റെ പിന്നിൽ ഒരു അറബി മൂളിച്ചയും കൂടി ഇട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കി തരാം. നിങ്ങൾക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. മോഡി ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ആളാണല്ലോ. പോരാത്തതിന് ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പാർലമെൻറ്റിൽ ഇരിക്കണോണ്ട് മിക്കവാറും അറബി മൂളിച്ചിട്ട് മൂപ്പർക്കും വലിയ ഒരു തിടുക്കം കാണും. അപ്പോൾ ഒന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം മറിച്ച് നോക്കണം. ഇതിനകത്ത് എഴുതി വെച്ച കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നുള്ളൂ, ഇതിലെഴുതി വെച്ച കാര്യങ്ങളാണ് നിങ്ങളും ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾ മതം പ്രചരിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ കയ്യോ കാലോ വെട്ടാൻ വരാത്തത്. എന്നാൽ നിങ്ങളെന്താ ചെയ്യുന്നത്? മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ, അത് പ്രചരിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്താ ചെയ്തു വെക്കുന്നത്? നിങ്ങൾ കൈ വെട്ടാൻ വരുന്നു, കാല് വെട്ടാൻ വരുന്നു, കഴുത്ത് വെട്ടാൻ വരുന്നു. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ചേകന്നൂർ മൗലവിക്ക് എന്താ സംഭവിക്കുന്നത്? ചോദ്യം ചോദിച്ചാൽ അവനെ കൊന്നു കുഴിച്ചു മൂടുക. അതുപോലെ ഓരോ വ്യക്തിയും, ഇപ്പോൾ ഞാൻ അല്പം മുന്നേ നമ്മളുടെ ഫസൽ കാരാട്ടിനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹവും നേരിട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ, ഒരു ചിന്തിക്കുന്ന മുസ്ലിം എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ, മുസ്ലിം സമുദായത്തിന് അകത്ത് നിന്നുകൊണ്ട് അതിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് പറയാൻ ഒരു മുസ്ലിമിന് നിങ്ങൾ അവസരം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ മുസ്ലിം സമുദായം നേരെയാവുമെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ആ ഫസൽ കാരാട്ട് ഓരോ ദിവസവും നേരിടുന്ന വധഭീഷണിയുടെ കയ്യും കണക്കും ഇല്ലാത്ത തരത്തിലുള്ള കണക്ക്, അത് നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉള്ളിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്നത്? നിങ്ങൾ ബാസിൽ പറഞ്ഞല്ലോ 1-2 ചെറിയ ശതമാനം, ചെറിയ ഫ്രാക്ഷനാണ്, പുഴുക്കുത്തുകൾ കുറച്ച് മതി എന്ന് പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഈ ലോകം മൊത്തം ഇതുപോലെ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ടെററിസത്തെ നമ്മൾ എടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ, ആ ടെററിസത്തിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ 99% നടത്തുന്നത് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ലോകത്തെ ടോപ്പ് 10 ടെററിസ്റ്റ് അറ്റാക്സ് എടുത്തു കഴിഞ്ഞാൽ, ടോപ്പ് 20 എടുത്തു കഴിഞ്ഞാൽ 20 ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. ലോകത്തെ ഏറ്റവും ടോപ്പ് 4 ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ 4 ഇസ്ലാമിക ടെറർ ഓർഗനൈസേഷൻസ് ആണ്. ഈ എല്ലാ ആളുകളും അവരെടുത്ത് ഉപയോഗിക്കുന്നത് ഈ കിതാബ് തന്നെയാണ്, ഖുർആനും ഹദീസും തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയുക, ഇതുപോലെ ചെറിയ കുറച്ച് ആളുകൾ ഫ്രാക്ഷനേ ഉള്ളൂ, പുഴുക്കത്തുകളോ വേണ്ടു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ സമ്മതിച്ചു എന്നാണല്ലോ വരുന്നത്. നമ്മളും അത് തന്നെ പറയുന്നത്. ഈ ലോകത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന വളരെ ചെറിയ, നിങ്ങൾ തന്നെ സംബന്ധിച്ച ചില കണക്കുകളൊക്കെ ഉണ്ട്, 10% ഉള്ളൂ, അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ബാക്കി 90% ഓക്കെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും 100 കോടി ജനങ്ങളുണ്ട് അല്ലെങ്കിൽ 2.5 ബില്യൺ മുസ്ലിംസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് 10% എന്ന് പറഞ്ഞാൽ എത്ര മുസ്ലിങ്ങൾ വരും? ആ മുസ്ലിങ്ങളിൽ ബാസിൽ പെടുന്നുണ്ടോ ഇല്ലേ? ബാസിലിൻ്റെ കൂട്ടുകാർ പെടുന്നുണ്ടോ ഇല്ലേ? ബാസിലിൻ്റെ വീട്ടുകാർ പെടുന്നുണ്ടോ ഇല്ലേ? ഇത് ആരാ തീരുമാനിക്കേണ്ടത്? ഇതിൽ ഏതൊക്കെ മുസ്ലിമാണ് ഇതിനകത്ത് പെട്ടിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള ആളുകൾക്ക് വെച്ച് കൊടുക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതിവിടെ കാണാനില്ല. നിങ്ങൾ ചെയ്തു വെക്കുന്നത്, ദിവസവും ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. മതം 24 മണിക്കൂറും ഇതുപോലെ പ്രസരിപ്പിച്ചുകൊണ്ട് അതിന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേദികൾ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഒരു പ്രവണത, അത് നിങ്ങളുടെ ഇടയിൽ വ്യാപകമാണ്. അത് ഈ ഒരു ദുരന്തമുഖത്തെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വം ഈ മതവിമർശനം ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യരുത് എന്ന് സ്വയം വിചാരിച്ച് നടന്നിരുന്ന ആളാണ്. നമ്മളെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ആരാ ഇപ്പോൾ? എന്നിട്ട് നിങ്ങളുടെ നിലവിളിയാണ് ഇനി ബാക്കിയുണ്ടാവുക. അയ്യോ, ഇസ്ലാമിനെ വിമർശിക്കുന്നത്, ഈ ദുരന്തമുഖത്തെങ്കിലും ഇസ്ലാമിനെ ട്രോളാതിരുന്നൂടെ, ഇസ്ലാമിനെ വിമർശിക്കാതിരുന്നൂടെ എന്നുള്ള ചോദ്യമായിട്ട് നിങ്ങൾ വരും. സൗകര്യമില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് മതം വിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലെ നെറികേട്, അതിലെ തോന്നിവാസം, അത് നമ്മൾ തിരിച്ച് അറിഞ്ഞ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അത് നമ്മളിവിടെ തുറന്ന് പറഞ്ഞിരിക്കും. അതിൽ നിങ്ങൾ നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത് പറയാനുള്ള പൂർണ്ണ അവകാശം ഈ ഇന്ത്യ അവിടെ നമുക്ക് തരുന്നുണ്ട്. അത് ഏത് ദുരന്തത്തിൻ്റെ മുഖത്തായാലും നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിലവിളികളൊക്കെ മാറ്റി വെച്ചിട്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മുന്നോട്ട് വരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വരിക. ഏതായാലും ബാസിൽ പറയുന്ന ബാക്കി മണ്ടത്തരങ്ങളും കൂടി നമുക്ക് കേൾക്കാം. ഒക്കെ മൈന്യൂട്ട് ഫ്രാക്ഷൻസ് ആണ്. പക്ഷേ ചെറിയ ചില ഫ്രാക്ഷൻസ് മതി വിഷം എന്ന് നമുക്ക് അറിയാലോ. ഒരു സമൂഹത്തിൽ വിഷം പടർത്താൻ അത്തരം കുറച്ച് ആളുകൾ മതിയാകും. അത് വളരെ ക്ലിയർ ആണ്, ഇപ്പോൾ പറഞ്ഞല്ലോ. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് നിങ്ങളുടെ ദൈവം ഇവിടെ, മതം ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മതസംഘടനകളെല്ലാം അവിടേക്ക് ഓടിപ്പാഞ്ഞെത്തുകയും അവരുടെ എല്ലാ തരത്തിലുള്ള ആ മതസംഘടനകളുടെ ചിത്രം പോസ്റ്ററുകൾ കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ എവിടെയാണ് മറ്റ് മതങ്ങൾ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് മതസംഘടനകൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് മുഴുവൻ ഇസ്ലാമിക സംഘടനകളുടെ പോസ്റ്ററുകളാണ്. അപ്പോൾ ക്രിസ്ത്യൻ സംഘടനകൾ എവിടെ? ഇവിടുത്തെ മറ്റ് ഇപ്പോൾ സേവാഭാരതിയെ പോലെയുള്ള ആളുകൾ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു, അവരെവിടെ? ഹിന്ദു സംഘടനകൾ എവിടെ? അവരുടെ പോസ്റ്റർ എന്താ നിങ്ങൾ കാണിക്കാത്തത്?
അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആളുകൾ എന്ന ആ ഒരു മോറൽ ഹൈ അതെടുത്ത് വെച്ചുകൊണ്ട് സമൂഹത്തിൽ വിറ്റഴിക്കാൻ നോക്കുന്ന ഈ പരിപ്പ് വട പരിപാടി ഇത് നമ്മൾ കയ്യോടെ പിടികൂടും. നിങ്ങളുടെ ഈ തരത്തിലുള്ള ഈ ഒരു അശ്ലീല പ്രവൃത്തി അത് നമുക്ക് ഇവിടെ ഇനി അനുവദിക്കാനാകില്ല. ഇത് നമ്മൾ എക്സ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മതസംഘടനകളെയും നിങ്ങൾ കാണിക്കാൻ തയ്യാറാവുക. അതെന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? ഇതിൽ 4-5 പോസ്റ്റർ കാണിക്കുന്നതിൽ ഒരെണ്ണത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ബാക്കി എല്ലാം ഇസ്ലാമിക സംഘടനകളാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് വിസ്ഡത്തിൻ്റെ കാണിക്കുന്നു, SSFൻ്റെ കാണിക്കുന്നു, അങ്ങനെ ഓരോന്നോരോന്ന് നോക്കിക്കഴിഞ്ഞാൽ സൗകര്യങ്ങളും ഉപയോഗിക്കുകയും പെട്ടെന്ന് തന്നെ ഫണ്ട് കളക്ഷൻ നടത്തുകയും വസ്ത്രവിതരണങ്ങൾ നടത്തുകയും ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കുകയും ഇതെല്ലാം അത്തരത്തിലുള്ള സംഘടനകളായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. മതസംഘടനകൾ, ഇസ്ലാം എന്നാണ് അവിടെ വരിക, മതം എന്ന് പറയുമ്പോൾ. ഓക്കെ, ചെയ്യാണ് മതസംഘടനകൾ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് മതസംഘടനകൾ ഇതെല്ലാം ചെയ്യുകയും മറുഭാഗത്ത് നിങ്ങളുടെ മതം ഇവിടെ, ദൈവം ഇവിടെ ചോദിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഈ മതസംഘടനകൾ ചെയ്യുന്നത് വെച്ചിട്ട് മതങ്ങളെ ഇവിടെ താരതമ്യം ചെയ്ത് മതമാണ് മതസംഘടന എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ബാസിൽ ഒരു വല്ലാത്ത കുഴിയിലാണ് ചെന്ന് ചാടുന്നതെന്ന് കൂടി ഓർക്കുക. കാരണം ഇവിടെ മറ്റ് ചില മതസംഘടനകൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് അത്തരത്തിലുള്ളൊരു മതസംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. അവരുടെ തന്നെ സഹോദര സ്ഥാപനം എന്ന് പറയാവുന്ന രീതിയിലുള്ള SDPIക്കാരാണ് ഇന്ന് ദുരന്തമുഖത്ത് കൂടി നടക്കുന്നത്. അവരാ ചെയ്യുന്നതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്ത സംഗതിയെ, അതും മതസംഘടന എന്ന നിലയ്ക്ക് ഇസ്ലാമിക സംഘടനയായിട്ട് ചെയ്യുന്ന സംഗതിയെ ബാസിലിനെ പോലെയുള്ള ആളുകൾ തള്ളിപ്പറയാൻ തയ്യാറാവൂ? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഈ പരിപാടി നടത്തിയിട്ട് നിങ്ങൾ മതത്തെ അളക്കുന്നതിന് വേണ്ടി മതസംഘടനയെ ഉപയോഗിക്കുന്നു, മതത്തെ അളക്കുന്നതിന് വേണ്ടി മമ്മൂട്ടിയെ ഉപയോഗിക്കുന്നു, അബ്ദുൽ കലാമിനെ ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ ഉപയോഗിക്കുന്നു, ഇതുപോലെയുള്ള ആളുകളെ ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ പറയുന്നു, വ്യക്തികളെ കാണിച്ച് നിങ്ങൾ മതത്തെ അളക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ചില വേറെ വ്യക്തികളെ കൊണ്ടുവരും. ബാഗ്ദാദി, ഒസാമ ബിൻ ലാദൻ, അതുപോലെയുള്ള ചില കുൽസിത പ്രവൃത്തികളിൽ പേര് കേട്ടിട്ടുള്ള ആളുകളെയും കൂടി നമ്മൾ കൊണ്ടുവരും. അപ്പോൾ വ്യക്തികളെ വെച്ചിട്ടാണോ മതത്തെ അളക്കേണ്ടത്, സംഘടനകളെ വെച്ചിട്ടാണോ മതത്തെ അളക്കേണ്ടത് എന്ന കാര്യത്തിൽ നിങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് അങ്ങനെയല്ല വേണ്ടത്, അത് കിതാബിൽ നിന്ന് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് പറയുന്നു സംഘടനകൾ ഇതുപോലെയൊക്കെ ചെയ്തു വെക്കുന്നത് അത് മതത്തിൻ്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സംഘടനകളാണ് മതത്തിൻ്റെത് മുഴുവനായിട്ട് ഉൾക്കൊണ്ടത്, ഏതൊക്കെയാണ് ഉൾക്കൊള്ളാത്തത് എന്ന് നിങ്ങൾ പറയാം. ആ സംഘടനകൾ അത് ചെയ്തതിനെ നമ്മൾ കുറച്ച് കാണുകയല്ല ചെയ്യുന്നത്. പക്ഷേ അത് വെച്ചിട്ട് അത് മതത്തിൻ്റെ മേന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നു. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഇപ്പോൾ എസൻസിൻ്റെ ഒരു സംഘടന അവിടെ കടന്ന് പണിയെടുക്കുന്നു. അതിൻ്റെ നമ്മളുടെ സുഹൃത്തുക്കൾ അവിടെ ആ മേഖലയിൽ നിരന്തരമുണ്ട്. നമ്മുടെ യാസിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവിടെ നിന്ന് വിട്ടു പോന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. അതുപോലെയുള്ള ആളുകൾ അവിടെ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങളെന്താണ് അതിനെക്കുറിച്ച് മിണ്ടാൻ തയ്യാറാവാത്തത്? എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞു കിടക്കുന്നത്? നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന്. എന്താ അപ്പം നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, മതമുള്ളതാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. പണ്ട് നിങ്ങളൊരു സാധനം പൊക്കി പിടിച്ചിട്ട് അവസാനം പണി മേടിച്ചൊരു സാധനമുണ്ട്, സ്വതന്ത്ര ചിന്തകർ എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞ് നടന്നപ്പോൾ ആ സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു, മദ്രസ അധ്യാപകർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു, എന്നിട്ട് രണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങ് മുന്നോട്ട് വെച്ച് എന്നിട്ട് പറയും ആരാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നിങ്ങൾക്ക് മിണ്ടാട്ടം ഇല്ല. ഇതല്ലേ അന്ന് ഉണ്ടായത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഇതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ സ്വയം വടി പിടിക്കുന്ന പരിപാടി ഇത് തന്നെയാണ് നിങ്ങളിപ്പോഴും ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള അശ്ലീലങ്ങൾ നിങ്ങൾ നിർത്തുക. പണ്ട് നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവിടെ പ്രളയമുണ്ടായപ്പോൾ നടുറോട്ടിൽ ഇറങ്ങിയിട്ട് അരി കൊടുക്കാൻ വേണ്ടിയിട്ട് ജബ്ബാറോ ആരിഫോ ലിയാഖത്തോ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമായിട്ട് വന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതുപോലെ മാർക്കറ്റ് ചെയ്ത് മതത്തെ സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കാറില്ല. അത് നമ്മുടെ ആവശ്യമല്ല. മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നതിൻ്റെ പേരിൽ നമുക്ക് ഒടിയാത്ത മുലകളും അല്ലെങ്കിൽ ഒടിയാത്ത ലിംഗവും കിട്ടുമെന്ന് നമ്മളാരും പറഞ്ഞ് മോഹിപ്പിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ കഴിവുകൾക്കനുസരിച്ച് നമ്മളത് ചെയ്യും. അതവിടെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ അതിനകത്ത് നമുക്ക് പറയാനുള്ളൂ. അത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാലും നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം, ഈ ചെയ്ത കാര്യങ്ങൾ എടുത്ത് പറയുന്നത് തൽക്കാലം മാറ്റി വെക്കുക. അത് നിങ്ങളുടെ ഒരു ആവശ്യമാണെന്നെങ്കിലും വിചാരിക്കുക. അല്ലെങ്കിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ ഡൊണേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്ന പണി എന്താണ്? നിങ്ങൾ ചെയ്തു വെക്കുന്ന പണി അതിൻ്റെ ഇടയിൽ കൂടെ മതത്തെ ഒന്ന് പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാം വലിയ സംഭവമാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, ദൈവവിശ്വാസം ആണ് വേണ്ടത് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ദൈവവിശ്വാസം മണ്ടത്തരമാണ്. ദൈവങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു കഴിവുമില്ലാത്ത ജന്തുക്കളാണ് ഈ ദൈവം എന്നൊക്കെ പറയുന്ന കാര്യം പറയാനുള്ള അവകാശം ഇതേ
കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. അതിന് അനുസരിച്ച് പറയാനുള്ള അവകാശവും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ ആവർത്തിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് സമൂഹത്തിൽ വലിയ തോതിൽ വിഷം കലക്കുന്ന ആളുകളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം എവിടെ എന്ന് ചോദിച്ച് ആ ചോദ്യത്തെ ചേർത്ത് വെച്ചിട്ട് ആ ചോദ്യവും ഈ ചോദ്യവും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് വെച്ചിട്ട് ഈ വിഷയത്തെ, നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയത്തെ അവിടെ റദ്ദാക്കാനുള്ള നിങ്ങളുടെ ആ ഒരു പരിപ്പ് അത് ഇവിടെ വേവില്ല എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കള്ളത്തരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. ബാക്കിയൊന്ന് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനെയാണ് നമ്മുടെ സാമൂഹ്യ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ അത്രയാണ്. പിന്നെ മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് ചൂരൽമലയിലെ പള്ളിയും അതുപോലെ തന്നെ മദ്രസയും എല്ലാം താൽക്കാലിക ആശുപത്രികളാക്കി മാറ്റുകയാണെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രി ഇതിൻ്റെ ഇടയിൽ കൂടെ നിർമ്മല കോളേജിൽ കോളേജിലെ നിസ്കാരം അത് നടത്താൻ വേണ്ടിയിട്ട് സ്ഥലം ചോദിച്ച് ആ വിഷയത്തെ പോലും അങ്ങ് ലഘൂകരിച്ച് അതിനെയും ഒന്ന് വെള്ളപൂശുന്നത് നമുക്ക് കാണാം. ഒന്ന് കേട്ടോ. കോളേജുകളിലൊക്കെ നിസ്കരിക്കാൻ കുറച്ച് സ്ഥലം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിൽ മാത്രമേ നമുക്ക് ചർച്ച ഉള്ളൂ. പക്ഷേ നിസ്കരിക്കുന്ന സ്ഥലത്ത് മറ്റ് ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള ദൗത്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. അല്ലെ, പൊതുസമൂഹത്തിനാണ് അവർക്ക് അവിടെ കുറച്ച് നേരം നിസ്കരിക്കാൻ സമയം കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ റിക്വസ്റ്റ് ചെയ്താൽ അത് വലിയൊരു പ്രശ്നമാണോ എന്നുള്ളതൊക്കെ പൊതുസമൂഹത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്ന സ്ഥലങ്ങൾ അത് ആളുകൾ പ്രയാസപ്പെടുമ്പോൾ ആശുപത്രികളാക്കാനുള്ളവരാണ്. അതുപോലെ തന്നെ മദ്രസകൾ, കഴിഞ്ഞ പ്രളയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, മദ്രസകളും മതസ്ഥാപനങ്ങളും എല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളായി ഓട്ടോമാറ്റിക്കലി മാറും. അതാണ് മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. മതം അതാണോ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിൽ എവിടെയാണ് സെക്യുലറിസം? ഇതേ എനിക്ക് ചോദിക്കാനുള്ളൂ. ബാസിലിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാമിൽ സെക്യുലറിസം ഉണ്ടെന്ന് കാണിച്ചു തന്നാൽ ബാസിൽ പറയുന്ന പണി ഞാൻ എടുത്തോളാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ഡെക്കറേഷനൊന്നുമില്ല ഇതിനകത്ത്. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് കോളേജിൽ ഈ പറയുന്ന നിസ്കാരം നടത്താനുള്ള അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ എതിർക്കുന്നത്? കാരണം ഈ കോളേജ് സ്കൂൾ എന്നൊക്കെ പറയുന്നത് ഒരു സെക്യുലറായിട്ട് നിലനിർത്തേണ്ട കാര്യമാണ് എന്ന് വരുമ്പോൾ അവിടെ കയറി വന്നിട്ട് അത്തരം നിയമങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ മതകീയമായ ഒരു ചർച്ചയിലേക്ക് വഴി തിരിച്ചുവിട്ട് ആ സെക്യുലറിസത്തിൻ്റെ അല്ലെങ്കിൽ സെക്യുലറൈസ് ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലത്തെ അവിടെ മതകീയമായി മാറ്റുന്ന ആ പ്രവണതയെ നമ്മൾ എതിർക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. നമ്മൾ വളരെ ക്ലിയറായിട്ട് നേരത്തെയും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ബാസിൽ എന്താ ചെയ്യുന്നത്? ബാസിൽ ചെയ്യുന്നത് ഒരു മതസ്ഥാപനം, മദ്രസ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പള്ളി ആയിക്കോട്ടെ, അമ്പലമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പാരിഷ് ഹോളാവട്ടെ, എന്തോ ആവാം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എടുത്തു വെച്ചിട്ട് അത് ഇതേപോലെ ഒരു ദുരന്തമുഖത്തുണ്ടാകുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഒരു സെക്യുലർ ആയിട്ടുള്ളൊരു മേഖലയാക്കി അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? സെക്യുലർ ആയിട്ടുള്ള ഇടങ്ങൾ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ സത്യത്തിൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പോട്ടെ, നമ്മളുടെ ഉദ്ദേശം ഇപ്പോൾ സെക്യുലറിസം വളർത്തലല്ലോ ഇങ്ങനൊരു ദുരന്തമുഖത്ത്. എന്നാലും നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അവിടെ മതഭേദമന്യേ ആളുകൾക്ക് ഉപകാരപ്പെടുന്നൊരു സംഗതിയായിട്ട് അതവിടെ മാറുമ്പോൾ അവിടെ ഇൻഡിറക്റ്റ്ലി സ്ഥാപിക്കപ്പെടുന്നത് സെക്യുലറായിട്ട് ഉള്ള ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഒരു മതകീയമായിട്ടുള്ളൊരു സ്ഥാപനത്തെ സെക്യുലറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വരുന്നിടത്ത് അവിടെ നമ്മൾ ഉയർത്തി വെക്കുന്ന ആ മൂല്യം അത് ആളുകൾക്ക് മതം ഉപേക്ഷിച്ചും മതമില്ലാതെയും മതത്തെ കാര്യമാക്കാതെയും, മതമില്ലാതെയാകണമെന്നും നമ്മൾ പറയുന്നില്ല, മതത്തെ കാര്യമാക്കാതെയും നിങ്ങൾക്ക് ഇടപഴകാൻ സാധിക്കണം എന്ന് പറയുന്നിടത്ത് അവിടെ കൊണ്ടെത്തിക്കുകയാണ് കാര്യങ്ങൾ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ബാസിൽ എന്താ ചെയ്തത്? ഈ രണ്ട് സംഗതിയെ, മതമില്ലാതെ ജീവിക്കാനും നമുക്ക് സാധിക്കണം എന്ന് പറയുന്ന സംഗതിയെ, മതത്തെ കാര്യമാക്കാതെ ജീവിക്കണം, കാര്യങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കണമെന്ന് പറയുന്ന സംഗതിയെ, കോളേജിൽ മതത്തിൻ്റെ സാധനം ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്ന സാധനത്തെയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അതിലെ പ്രശ്നത്തെ ലഘൂകരിക്കാൻ, അതിനെ അങ്ങ് ഒളിപ്പിച്ച് കടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, അതാണ് ഇവിടെ കണ്ടത്. എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ തരികട ഇവിടെ നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കും. ഇത് ബാസിലിനെ ഞാൻ തെറ്റ് പറയില്ല. കാരണം എന്താണ്? ഇത് ഈ തരത്തിൽ ചിന്ത പോകാൻ പാകത്തിനുള്ളൊരു അധ്യാപനം അത് ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൽ സെക്യുലറിസം എന്ന് പറയുന്ന സാധനമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? സെക്യുലറിസം അല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ ആധിപത്യമാണ്. എന്ന് വെച്ചാൽ ഹുക്കൂമത്തെ ഇലാഹി തന്നെയാണ്, ഇക്കാമത്തു ദീൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ആധിപത്യം, അതാണ് ഇവിടെ സംഭവിക്കുക. ദീൻ മുഴുവൻ ഇസ്ലാം ആകുന്നത് വരേക്കും, ലോകം മുഴുവൻ ഇസ്ലാം പടർത്തുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ അയൽക്കാരൻ ഒരു അവിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ പരുഷമായിട്ട് പെരുമാറണം, അവൻ നിന്നിൽ രൂക്ഷത കണ്ടെത്തണം, ഇതാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് എതിരെ ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ അവിശ്വാസി കാഫിർ നടന്നു വരുമ്പോൾ നിങ്ങൾ അവന് വഴി ഇടുക്കി കൊടുക്കണം, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ എവിടെയാണ് ഈ മതസൗഹാർദ്ദം ഉള്ളത്? എവിടെയാണ് സെക്യുലറിസം ഉള്ളത്? രണ്ടുമില്ല. എന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇതുപോലെ
ഈ എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞിട്ട് ഇത് മതത്തിൻ്റെ നന്മയാണെന്നൊക്കെ പറയുമ്പോൾ ഫാസിലിനെ ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാമിൽ സെക്കുലറിസം ഉണ്ടെന്ന് തെളിയിച്ച് കാണിച്ചാൽ പറയുന്ന പണി ഞാൻ എടുക്കും. ഈ പണി തന്നെ ഞാൻ നിർത്തും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ അതിനകത്ത്. ഇവിടെ സെക്കുലറിസത്തിനെതിരെ സംസാരിച്ചുകൊണ്ട്, മതേതരത്വം എന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പ്രസംഗിച്ചുകൊണ്ട്, ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഇലക്ഷനിൽ മത്സരിക്കുന്നതും അതിൻ്റെ ഭാഗമാകുന്നതും ഗവൺമെൻറ് ജോബുകൾ നേടുന്നതും അതുപോലെ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് കോടതികൾ ഉപയോഗിക്കുന്നതെല്ലാം നിഷിദ്ധമാണ്, ഇസ്ലാമികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് നടന്ന് അതിൻ്റെ പ്രസംഗങ്ങൾ നടത്തി ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന ആ ബാനർ ഒട്ടിച്ച് നടന്ന ആളുകളാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടുകാരും. അവരെടുത്തു വെച്ചത് ഇസ്ലാമിൻ്റെ നിയമം തന്നെയാണ്. അതാണ് ഇവിടെ നടന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ഇതുപോലെ ഇരുന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അത്രമാത്രം വലിയ ഒരു സാമൂഹിക സമ്മർദ്ദം, ഒരു പ്രഷർ ഇവിടെ ഉണ്ട്. ആ പ്രഷർ എന്ന് പറയുന്നത് ഒരു ഡെമോക്രറ്റൈസിങ് പ്രഷർ തന്നെയാണ്, ഒരു സെക്യുലറൈസിങ് പ്രഷർ തന്നെയാണ്. അതിനെ നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇവർക്ക് ഇത് തിരിച്ചറിയാനൊന്നും കഴിയില്ല. അവർ അതും എടുത്തു വെച്ചിട്ട് സെക്യുലറിസവും ഇതിനകത്തുണ്ട്, ഡെമോക്രസിയും ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അതും ഇസ്ലാമിൻ്റെ ആണെന്ന് പറഞ്ഞു വരുത്തി അത് വെച്ചുകൊണ്ട് മതം സെയിൽ ചെയ്യാനാണ് ഇവർ നോക്കുക. അത് നടപ്പില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിക വിരുദ്ധമാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത്, ഇസ്ലാമിക വിരുദ്ധമാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. മതസൗഹാർദ്ദം ഇസ്ലാമിലില്ല. ഇനിയും അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ പാക്ട് ഓഫ് ഉമർ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഗൂഗിൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കിടക്കുന്നുണ്ട് പാക്ട് ഓഫ് ഉമറിനെ കുറിച്ചിട്ട്. അതിൽ ഓരോ വാചകങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക. എങ്ങനെയാണ് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പാക്ട് ഓഫ് ഉമറിൻ്റെ കീഴിൽ അവിടെ ജീവിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. കൊന്നൊടുക്കപ്പെടുകയോ അല്ലെങ്കിൽ ജിസിയ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാം. അവർക്ക് എങ്ങനെയാണ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ട് ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഇന്നും പാകിസ്ഥാനിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. ഇസ്ലാമിക രാജ്യങ്ങളിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് യഥാർത്ഥത്തിൽ അപ്പാർട്ടൈഡ് എന്ന് പറയുന്നൊരു വിഷയം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇത് എന്തുകൊണ്ട് നടക്കുന്നു? മുസ്ലിങ്ങളിലുള്ള ഈ ശുദ്ധിവാദം, മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നു എന്നുള്ള വാദം, ഇത്തരത്തിലുള്ള അശ്ലീലങ്ങൾ കൊണ്ട് നടന്നുകൊണ്ട്, ആ ഒരു ഔന്നിത്യം കൊണ്ട് നടന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഇതാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അതിലെ കാപട്യം അത് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. അതും ഇവിടെ ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊന്നും ഇസ്ലാമിലല്ല ഉള്ളത്, അത് ഇസ്ലാമിക ഇതരമായിട്ടുള്ള ചിന്തകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു പുഴുക്കുത്തുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓക്കെ, പുഴുക്കുത്ത് എന്താണെന്ന് മനസ്സിലായി. ഇവരിതൊക്കെ ചോദിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ചില ആളുകളൊക്കെ ചിലപ്പോൾ നിഷ്കളങ്കമായി ചോദിക്കുന്നതായിരിക്കാം, മറ്റു ചില ആളുകൾക്ക് മനസ്സിൽ വിഷം കയറിയത് കൊണ്ടായിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ദൈവം എവിടെ, അല്ലെങ്കിൽ പടച്ചോൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് ദൈവം? അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ പടച്ചോനെ ചെയ്യാൻ എന്തോ ഒന്ന് ഉദ്ദേശിച്ചു, ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാതെയുള്ള ഒരു സൃഷ്ടിപ്പ് പടച്ചോനെ ഉദ്ദേശിച്ചു. എന്നിട്ട് പ്രകൃതി ദുരന്തം ഉണ്ടായി പോയെങ്കിൽ നമുക്ക് പറയാം ആ ദൈവത്തിന് കഴിവില്ലല്ലോ, അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുരന്തങ്ങളിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ലോകം എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗമാണ് എന്നല്ല മതങ്ങൾ പഠിപ്പിക്കുന്നത്, ദൈവം പഠിപ്പിക്കുന്നത്. മതം പഠിപ്പിക്കുന്നത് ലോകം ഒരു സ്വർഗ്ഗമാണ് എന്ന് തന്നെയാണ്. കാരണം ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ ബാസിൽ തന്നെ പ്രസംഗിച്ചുകൊണ്ടാണ് ഫൈൻ ട്യൂൺഡ് ആണ് നമ്മളുടെ ഈ ലോകം, ഈ ഭൂമി. അതായത് നമ്മളുടെ ജീവൻ അത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അവിടെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ ഭൂമിക്കുള്ളത് എന്ന് പറഞ്ഞ് ഇവിടെ വലിയ യുദ്ധം നടത്തിയിരുന്ന ആളാണ് ഈ പറയുന്ന ബാസിൽ. ഇപ്പോൾ പറയുന്നു ഫൈൻ ട്യൂൺഡ് അല്ല, അതായത് നമുക്ക് അങ്ങനെ പരീക്ഷണങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറയുന്നു. അതായത് ഫൈൻ ട്യൂൺഡ് ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരെന്തിനാ വാദിക്കുന്നത്? അതായത് ജീവൻ ഏറ്റവും അനുയോജ്യമാണ് എന്ന് പറയാൻ വേണ്ടി, പ്രോ ലൈഫ് ആണ് ആ ഫൈൻ ട്യൂൺ എന്ന് പറയുന്ന സാധനം, ആർഗ്യുമെൻ്റ് പോലും. അതായത് ജീവൻ നിലനിൽക്കാൻ ഫൈൻ ട്യൂണിങ് ആവശ്യമാണ്. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ പോയിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കോൺസ്റ്റൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അതാണ്. ആ എന്താണ് ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്, അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവൻ നിലനിൽക്കുന്നു എന്നതാണ് അവിടുത്തെ ആദ്യത്തെ കണ്ടീഷൻ. ജീവൻ ഉണ്ടായി എന്നുള്ളതാണ് അതിൽ ഒരു കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിന് മുന്നേ ഉള്ള സാധനങ്ങളെല്ലാം വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ടു, അതവിടെ ഉണ്ടാക്കപ്പെട്ടു. അതുണ്ടാകാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ കോൺസ്റ്റൻസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്ട് നമ്മുടെ പൗലോസ് തോമസ് വന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നു. എല്ലാ കോൺസ്റ്റൻസും കോൺസ്റ്റൻ്റ് അല്ല, അതിലെ ചില കോൺസ്റ്റൻസ് എല്ലാം ഇവോൾവ് ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് ചില തിയറികൾ വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി വരും എന്നെല്ലാം നമ്മളിവിടെ കാണുന്നു. അതായത് ഇവിടെ നമ്മൾ കാണുന്ന കോൺസ്റ്റൻസിൻ്റെ മറ്റ് ചില മൾട്ടി
മൾട്ടി വേഴ്സ് തിയറി വരുമ്പോൾ അവിടെ വേറെ വാല്യൂസാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കാണാൻ സാധിക്കുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. അതായത് ഇവരുടെ വാദം അടിസ്ഥാനപരമായിട്ട് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളത് അത് തന്നെ തെറ്റാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള വാദവും പൊളിയുന്നു. ഇതെല്ലാം ഉണ്ടാക്കിയത് ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ജീവൻ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഭവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, കോൺസ്റ്റൻറ്റോ പൊളിഞ്ഞ് എന്നാൽ ജീവനെങ്കിലും മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടോ? അതുമില്ല. എന്ന് വെച്ചാൽ ഈ ഫൈൻ ട്യൂൺഡ് ആണ് എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിൽ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് എത്ര നാൾ ജീവിക്കാൻ കഴിയും? ഏതാനും വർഷങ്ങൾ കൂടിയേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഒരു കോയ കോളിങ്ങിലേക്കൊരു മതം വിടാൻ വേണ്ടി നിൽക്കുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്, അല്ല സാറേ ഇനി എങ്ങാനും ദൈവമൊക്കെ ഉണ്ടെങ്കിലോ, ഇനി എങ്ങാനും ലോകാവസാനമൊക്കെ ഉണ്ടായാലോ എന്നൊക്കെ ഉള്ള ചോദ്യം. അപ്പോൾ ആളുടെ പേടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിക്ക് ഉണ്ടായ അതേ പേടി തന്നെയാണ്. അതായത് അടുത്ത വർഷമോ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴെങ്ങാനും ലോകം അവസാനിക്കുമോ എന്നുള്ളൊരു പേടി. ഇതാണ് ആളുടെ പേടി. ഞാൻ പറഞ്ഞില്ല, ഒരു മിനിമം ഒരു 500-700 മില്യൺ ഇയേഴ്സ് എങ്കിലും കഴിയാതെ ഭൂമിക്ക് ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം സൂര്യൻ്റെ നിലവിലുള്ള ആ ഒരു ഫോമിൽ നിന്നും അതൊരു റെഡ് ജയൻ്റായിട്ട് മാറുന്ന ഒരു ഘട്ടം എത്തുമ്പോഴാണ് നമ്മളുടെ ഓർബിറ്റ് അത് ഈ സൂര്യൻ്റെ അകത്തേക്ക് ചെല്ലുന്നൊരു അവസ്ഥ ഉണ്ടാവുകയും ഭൂമിയിൽ ജീവൻ നിലനിൽക്കാത്ത അവസ്ഥ വരും. അതായത് ഇപ്പോൾ ഉള്ള ഡയമീറ്റർ ആ ഒരു ഓർബിറ്റ് തന്നെ അതിൻ്റെ ആ ഡിസ്റ്റൻസ്, സൂര്യനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായാൽ തന്നെ ഇവിടുന്ന് നമ്മുടെ ജീവൻ അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉള്ളപ്പോഴാണ് പിന്നെ 700 മില്യൺ വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത്രയൊന്നും പോവില്ല. അതായത് കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഇവിടെ ഭൂമിയിൽ ജീവൻ ഇല്ലാത്തൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മൾ തപ്പി അന്വേഷിച്ചിട്ട് ഇതുവരെ വേറൊരു സ്ഥലത്ത് ജീവനുള്ളതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. എന്നാൽ അതിനുള്ള സാധ്യതകൾ നമ്മൾ പറയുന്നത് എക്സോ പ്ലാനറ്റുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, വേറെ ചില സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, ജീവനുകൾ വേറെ രൂപത്തിലുണ്ടാവുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തായാലും നിലവിലേതായാലും അങ്ങനെ നമ്മൾ അന്വേഷണങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് തെളിവുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഫൈൻ ട്യൂൺഡ് ആണ് എന്ന് നമ്മൾ പറയുന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ ജീവൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ജീവന് വേണ്ടിയിട്ടാണല്ലോ, പ്രോ ലൈഫാണല്ലോ ഫൈൻ ട്യൂൺഡ് ആയി എന്ന് പറയുന്നത്. എന്താണ് അത് ഭൂമിയിൽ മാത്രമായി പോയത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ കൂടിയുള്ള കാര്യം എന്താണ്? നിങ്ങൾ ചോദ്യം ചോദിക്കാനൊന്നും ആയിട്ടില്ല, നിങ്ങളല്ലെങ്കിൽ ദൈവമില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇതാണ് അവരുടെ പരിപാടി. ദൈവമില്ല എന്നുള്ളതിൻ്റെ തെളിവ് അത് വേറെ തന്നെ ഉണ്ടെന്നേ. തെളിവുകൾ നയിക്കുന്നത് നിരീശ്വരവാദത്തിലേക്ക് തന്നെയാണ്. അത് വേറെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അത് പോട്ടെ, വേറെ വിഷയമാണ്. അപ്പോൾ ഫൈൻ ട്യൂൺ പോലും ഇവിടെ ഇല്ലാതെ വരുമ്പോൾ ഇവിടെ എന്താണ് ബാസിൽ പറഞ്ഞു വെക്കുന്നത്? അതായത് ഭൂമി ഒരു സ്വർഗ്ഗമാണെന്ന് മതം പഠിപ്പിച്ചിട്ടില്ല എന്ന്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്താണ് മതത്തിൻ്റെ പ്രശ്നം? മതം പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സാധനമൊക്കെ തന്നു, ഒക്കെ ശരിയാണ്. നിങ്ങളുടെ ദൈവം എല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു വെക്കുന്നത് ആൾ വളരെ കാരുണ്യവാനും കരുണാനിധിയും എന്തിനും കഴിവുള്ള ഇൻ കുന്തം സാധിക്കുകയും എനിക്ക് എന്ത് കുന്തവും സാധിക്കും എന്നും പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മളിവിടെ കാണുന്ന കാഴ്ച എന്താണ്? ഒന്നുകിൽ ഈ പടച്ചോന് ഒരു കുന്തവും സാധിക്കില്ല, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില പോക്കരിത്തരങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. എന്ന് വെച്ചാൽ ആളുകളെ കഷ്ടപ്പെടുത്തുക, അവരെ ചുമ്മാ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് പടച്ചോൻ്റെ ഹോബിയായിട്ട് കൂടി നമുക്ക് കാണേണ്ടി വരിക. ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ അത് തൻ്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉളുപ്പ് വേണ്ടേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇനി വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇത് ചോദിക്കാനും പറയാനുള്ള എല്ലാ അവകാശവും നമ്മളുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. ആർട്ടിക്കിൾ 25 മറന്നു പോകണ്ട, അതും കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നു, ഈ ദൈവമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, ആ ദൈവം ഒന്നുകിൽ ഓൾ ബെനവലൻ്റ് അല്ല, അല്ലെങ്കിൽ ഓൾ പവർഫുൾ അല്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഒരേ സമയം ഓൾ ബെനവലൻറ്റും ആണ് ഓൾ പവർഫുള്ളും ആണ് എന്നുണ്ടെങ്കിൽ എന്തിന് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കണം? അതെന്തുകൊണ്ട് തടയാൻ സാധിക്കുന്നില്ല? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇച്ചിരി ആളുകൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അവിടെ ബെനവലൻ്റാതെയായി മാറുന്നു. അപ്പോൾ ഒന്നുകിൽ ബെനവലൻ്റാണ്, അതല്ലെങ്കിൽ ഓൾ പവർഫുള്ളാണ്. ഏതെങ്കിലും ഒന്നേ ഇവിടെ നടക്കുന്നുള്ളൂ എന്നത് വരുമ്പോൾ തന്നെ ഈ ദൈവസങ്കല്പത്തിൻ്റെ പൊള്ളത്തരം അവിടെ വീണ്ടും വെളിച്ചത്ത് വരുന്നു. ഇത് ചർച്ചയാകുന്നത് അങ്ങനെയാണ്. ഇനി അതുകൂടാതെ വേറൊരു വശത്തേക്കും കൂടി നമ്മുടെ ചർച്ച അല്ലെങ്കിൽ ശ്രദ്ധ കൊണ്ടുപോകുന്നുണ്ട്. അതും കൂടി കേൾക്കുക. ഈ മതം നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ഇൻഡോക്ട്രിനേഷനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇത് അതുക്കും മേലെ വരുന്നൊരു സാധനമാണ്. മനുഷ്യൻ്റെ കഴിവുകളെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യം അത് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതെന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ, ഈ ലോകത്ത് ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു ദുരന്തവും ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല എന്ന് ദൈവം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ചോദ്യം ചോദിക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ ലോകത്ത് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകും എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അത്തരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കൂടി, അതിൻ്റെ യുക്തി കൂടി വേദഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി കേൾക്കാം, വരുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും, ഖുലിഖൽ ഇൻസാനു ളൈഫ.
മനുഷ്യനെ നാം ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം. മനുഷ്യൻ ഏറ്റവും ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ മനുഷ്യന് എന്ത് കഴിവുണ്ട് എന്ന് മനുഷ്യന് തോന്നിയാലും ശരി, മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണ്? നമ്മൾ വളരെ നിസ്സാരനാണ്, നമുക്കൊന്നിനും ഒരു കഴിവില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്ന ഒരു ചിന്ത അത് മനുഷ്യനിട്ട് കൊടുക്കുന്നു. അത് പല ഉദ്ദേശങ്ങളാണ് അതിനകത്ത് വെക്കുന്നത്. അഹങ്കാരം എന്ന് പറയുന്ന സാധനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് പറയും. അങ്ങനെ പല കാര്യങ്ങളും. ഞാൻ തന്നെ നമ്മളെ വീടുകളിൽ ഉമ്മയൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയും. അതായത് ഇപ്പോൾ പരീക്ഷയുടെ ഒക്കെ വിഷയം വരുന്ന സമയത്ത് പണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പറയുമ്പോൾ നമ്മൾ വിശ്വാസിയാണ് കേട്ടോ, എന്നാലും ഉമ്മ പറയും, നീ ഇന്ന് നിസ്കരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം പരീക്ഷ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയും എൻ്റെ അടുത്ത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മടി കാരണമൊക്കെ ഞാൻ പറയും, അത് കുഴപ്പമില്ല, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ പറയുന്ന കാര്യം, പഠിച്ചാലും പഠിച്ചോൻ വിചാരിച്ചാലേ നിനക്ക് എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ മനസ്സിലൊരു വാശി, എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ. സംഗതി വലിയ എക്സാം ഒന്നും അല്ലാത്തതുകൊണ്ട് ചെറിയ മിഡ് ടേം എക്സാമൊക്കെ ആകുമ്പോൾ ഞാൻ ചെറിയ പരീക്ഷണങ്ങളൊക്കെ എൻ്റെ സ്വന്തം നിലയിലൊക്കെ നടത്തിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയിൽ ജയിക്കാം. അതിന് പിന്നെ ഒരു പടച്ചോൻ്റെയും ആവശ്യമില്ല എന്നുള്ള ചിന്ത അത് ചെറിയ രൂപത്തിലെങ്കിലും അന്നൊക്കെ നമ്മളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ചിന്തിച്ചിരുന്നത് എന്താണ്? ഞാൻ ആലോചിക്കുക, ഇതും പടച്ചോൻ്റെ ഒരു പരീക്ഷണം, ഒരു പടച്ചോൻ്റെ മറ്റൊരു കളി എന്നുള്ള രീതിയിൽ നമ്മളതെടുക്കും. എന്നിട്ട് അതും പടച്ചോൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പടച്ചോൻ നമ്മളൊന്ന് പറ്റിക്കാൻ നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അതിനെ നമ്മളെടുത്തു പോയി. ഇപ്പോൾ ഞാനിതിങ്ങനെ ആലോചിക്കുമ്പോൾ പറയാണ്, സത്യത്തിൽ ഒരു 2ാം ക്ലാസ്സുകാരി എഴുതിയ ആ കത്ത് എഴുതിയത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവൻ്റെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവിടെ ഉണ്ട്. അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അത് സപ്രസ് ചെയ്തുകൊണ്ട്, അവനെ ഈ തരത്തിലുള്ള ലോ എക്സ്പെക്റ്റേഷൻസിൽ, അവന് കഴിവുകളിൽ അവൻ ദുർബലനാണ് എന്ന് നിരന്തരം പറഞ്ഞ് അവൻ്റെ തലയിലേക്ക് ഇതുപോലെ ഫീഡ് ചെയ്തുകൊണ്ട് അവനെ തളച്ചിടുന്ന പരിപാടിയാണ് ഈ മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് മതം ഉണ്ട് എന്ന് ഞാൻ പറയും, പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതം അത് ഇസ്ലാം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ബാസിൽ ഈ ദുരന്ത മുഖത്തിരുന്നിട്ട് പറയുന്ന കാഴ്ചയാണ് ഈ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ അങ്ങനെ ദുർബലനാണോ? പല വിഷയങ്ങളിലും മനുഷ്യനും ദൈവവും നേർക്കുനേരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങളിലും. എന്നിട്ട് ആരാ ജയിച്ചത്? നമുക്കത് കണ്ടുപിടിക്കാമല്ലോ. ആരാ ജയിച്ചതെന്നുള്ളത് നമുക്കിവിടെ അറിയാമല്ലോ. അത് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിന് മുന്നേ ബാക്കിയും കൂടി കേൾക്കാം. മനുഷ്യന് ഒരുപാട് ദുർബലതകളുണ്ട്. നമ്മുടെ കാഴ്ചക്കും കേൾവിക്കും അതുപോലെ തന്നെ കഴിവുകൾക്കും എല്ലാം ഒരുപാട് ദുർബലതകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്. അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുക കൂടി തന്നെയാണ് ചെയ്യുക. അതുമാത്രമല്ല, പടച്ചവൻ്റെ ഏകനായ സൃഷ്ടാവിൻ്റെ ആ ഒരു ഔന്നത്യം ഇതെവിടെ ഇരുന്നിട്ടാണ് പറയണത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഈ ദുരന്ത മുഖത്ത് ഇരുന്നിട്ട് മദ്രസ ക്ലാസ്സാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ദുരന്തത്തെ പോലും മതം പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയാക്കിയിട്ട് ഇതുപോലുള്ള മദ്രസ ജീവികൾ മാറ്റുമ്പോൾ നമ്മൾ ഇതുപോലെ ഇരുന്നിട്ട് അതിനെ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. ഇതൊരു സ്ട്രോങ് മെസ്സേജായിട്ട് ഇവിടെ വരണം. അതായത് മതം അത് ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഈ ദുരന്ത മുഖം എന്നുണ്ടെങ്കിൽ മതം പ്രചരിപ്പിക്കുന്നതും ഇവിടെ അവസാനിപ്പിക്കണം. മതം പ്രചരിപ്പിച്ചാൽ അതിന് കൗണ്ടറായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഇവിടെ വരും. അതിന് ഏത് കോപ്പിൽ പടച്ചോൻ്റെ മതമായാലും ശരിയെന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുക. സത്യത്തിൽ ഇത് എനിക്ക് കേട്ടപ്പോൾ വലിയ തോതിലുള്ളൊരു രോഷം, ഒരു ആത്മരോഷം തന്നെയാണ് എനിക്കുണ്ടായത്. നമ്മൾ ഇത് വേണ്ടെന്ന് വെച്ച് നമ്മൾ മാറിയിരിക്കുമ്പോൾ ഇവർ ഈ തക്കം നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ സാധനം മനുഷ്യൻ്റെ ദൗർബല്യം ആനാചാന എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മനുഷ്യനെ വീണ്ടും, അല്ലെങ്കിൽ ആ ഒരു ദുരന്ത മുഖത്ത് ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളിലും വിഷമിച്ചും അതിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വീണ്ടും പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ ദുർബലരാണ് എന്നൊക്കെ പറഞ്ഞ് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമായിട്ട് മാറുന്നു. അവരെ ഓൾറെഡി ഇതുപോലെ ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന് പറയുന്ന മാതിരിയുള്ളൊരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അല്ലെ, പാമ്പ് കടിച്ചവനെ ഇടിവെട്ടുക എന്ന് പറയുന്ന മാതിരി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ അനുവദിക്കാൻ പാടുണ്ടോ ഇല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുക. ഓക്കെ, നമുക്ക് ബോധ്യപ്പെടും. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് ശക്തനും പ്രതാപവാനും. നമ്മുടെ ഒരു ദൗർബല്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ദൗർബല്യം മനസ്സിലാക്കാൻ സൗകര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ പടച്ചോനേക്കാളും കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിവുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മളിന്ന് പല കാര്യങ്ങളും നേടി മുന്നോട്ട് വന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങളുണ്ടായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. വലിയ തോതിൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോയിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. എൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇതൊക്കെ ദൈവത്തിൻ്റെ സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അതിൻ്റെ വഴിക്ക് പോവുക. ഇതായിരുന്നു ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള മനുഷ്യനെന്നുള്ള നിലയ്ക്ക് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുക. ഇത് 2 ഓപ്ഷൻ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ.
ഞാൻ ഈ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. അറിയാമായിരിക്കും, നമ്മളിത് കേൾക്കുന്ന കൂട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ, ട്രൂ ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർ കേൾക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങൾക്കുള്ളൊരു ലൈവ് നന്ദി പറച്ചിലും കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ഇതേപോലെ ഇരുന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു 100 കണക്കിന് ആളുകളുണ്ട് എന്ന് ഇവിടെ ഞാൻ തറപ്പിച്ച് പറയും. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ തകർന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയത് ഇവിടുത്തെ മനുഷ്യർ തന്നെയാണ്. അതിൽ മതം ഞാൻ നോക്കിയിട്ടില്ല, അവരും നോക്കിയിട്ടില്ല. അത് നമ്മളെ പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിലൊക്കെ പട്ടിണി പോലും കിടക്കുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ അവനെന്തോ ഒരു കുറവുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് ഇതുപോലെ ഗൂഗിൾ പേ ആയിട്ട് പൈസ അയച്ചു തന്നിട്ട് പോയി ബിരിയാണി വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്. അവരെയൊക്കെ നമ്മളിവിടെ ഓർത്തു പോവുകയാണ്. അതുപോലെ പല പല വിഷയങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മനുഷ്യർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹ്യൂമൻസ്, ഓൺലി ഫോർ ഹ്യൂമൻസ്, അതേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഒരു ദൈവവും ഒരു കണാപ്പനും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ, ആ ഒരു കൺവിക്ഷനോട് കൂടി എനിക്ക് പറയാൻ കഴിയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഒരു കോപ്പിലെ ദൈവം ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാനിവിടെ പറയാം. മനുഷ്യർ ആവോളം നമ്മളെ സഹായിച്ചിട്ടുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തിയിട്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില രീതികൾ ചില ആളുകളൊക്കെ ചെയ്ത് കാണുമ്പോൾ നമുക്ക് വിഷമമൊക്കെ തോന്നും. പക്ഷേ ഞാൻ ആലോചിക്കും, അവരുടെ ഗതിയോടുകൊണ്ടാണല്ലോ അവരങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത്. ഒരു ദിവസം ഇതേപോലെ ഒരു ചങ്ങാതി റാൻഡമായിട്ട് എന്നെ വിളിച്ചു, സാറിൻ്റെ ഒരു വലിയ ഫാനാണ്, ഞാനിങ്ങനെ ഒരു സ്ഥലത്തിങ്ങനെ പെട്ടുപോയി, എനിക്കൊരു അടിയന്തരമായിട്ടൊരു 200-300 രൂപ വേണം, ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ വീട്ടിലാണ് അതാണെന്ന് ഒക്കെ പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല, കാരണം എന്തോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ ആൾ ചോദിക്കുന്നത്. എന്നോട് 300 രൂപയോ 400 രൂപയും കണ്ടാണ് ചോദിച്ചത്. ഞാനത് ഒരു അഡീഷണലായിട്ടൊരു എക്സ്ട്രാ പൈസയും കൂടി ഇട്ടിട്ട് 500 റൗണ്ട് ആക്കിയിട്ട് 500-1000 അങ്ങനെന്തോ അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഞാൻ അയക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് എന്തോ അത്യാവശ്യമുണ്ടെന്ന് നമുക്കറിയാം, നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിച്ചോ, തിരിച്ചു തരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല എന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് അതങ്ങ് അയച്ചു കൊടുത്തു. ഇതാണ് ഉണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. തരണം എന്നല്ല കേട്ടോ ഈ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു സഹായം ചോദിക്കുക, അതിലൊരു ആവശ്യമുണ്ടെന്ന് അത് ആ ഒരു പ്രകടിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ അത് ദൈവങ്ങളോട് സഹായം ചോദിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് സഹായം ചോദിക്കണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത് മനുഷ്യൻ പ്രകടിപ്പിക്കുമ്പോൾ അതിന് നമ്മൾ വാല്യൂ ചെയ്യണമെന്ന് പറയുന്നത്. ഒരു ദൈവത്തിനും ആ ക്വാളിറ്റി ഇല്ല. കണ്ടറിഞ്ഞ് ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ച് അവർ ബുദ്ധിമുട്ടാണ്, അവനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നില്ല. ആ കാണാൻ കഴിയാത്തതാണ് ആ കൊച്ചുകുട്ടി 2ാം ക്ലാസ്സുകാരി അവിടെ ചോദിച്ചു വെച്ചത്. ഇവിടെ നിപ്പ വന്നു, പ്രളയം വന്നു, കോവിഡ് വന്നു, ഒരു ദൈവത്തിനെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ആകെ ഉണ്ടായിരുന്നത് ആരാണ്? മലയാളികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. ഇതല്ലേ നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്, മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന കാഴ്ച. അത് നമ്മൾ എടുത്ത് പറയേണ്ടി വരുന്നു. മനുഷ്യനെ ഉണ്ടാവുള്ളൂ മനുഷ്യന്മാർക്ക് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ മതജീവികൾ എന്താ ഇവിടെ ശ്രമിക്കുന്നത്? ഒരു 5 പൈസയ്ക്ക് ഗുണമില്ലാത്ത, ഒരു 5 പൈസയുടെ നയാ പൈസയുടെ ഗുണം പോലും ചെയ്തതായിട്ട് തെളിവുമില്ലാത്ത ഒരു ദൈവത്തിന് വേണ്ടി വക്കാലത്തുമായിട്ട് വന്നിട്ട് അവൻ്റെ ഏതോ അറബി മലയാളത്തിലുള്ള സാമാനം എടുത്ത് വെച്ച് ഇതേപോലെ ഓതിയിരുന്ന അറബി മൂളിച്ചിട്ടാൽ ഇത് കണ്ടിട്ട് ആളുകൾ കൈയടിക്കും, ആ മതത്തിലേക്ക് ഒഴുകി അങ്ങ് ചെല്ലും. അത് വെച്ചിട്ടാണ് ഇവിടെ മതം വളരുന്നതെന്നാണ് ഇവർ പറഞ്ഞ് പരത്തുന്നത്. അങ്ങനെയല്ല ഇവിടെ മതം വളരുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാം വളരുന്നത്. ഇറ്റ്സ് നോട്ട് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്, ഇറ്റ്സ് ദ ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ് റിലീജിയൻ എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അത് ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും ഇതുപോലുള്ള മദ്രസ ജീവികൾക്ക് ഈ മതം വളർത്താനുള്ള ആ ഒരു അവസരം അധികം നാൾ ഉണ്ടാവില്ല. അതിനു മുന്നേ തന്നെ ഇതിനകത്തുള്ള ആളുകൾ ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരും. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ആ 2ാം ക്ലാസ്സുകാരി ചോദിച്ച ചോദ്യം ഓരോ മുസ്ലിമും സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിഷമങ്ങൾ, അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ പോലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിൻ്റെ പേരിലാണ്? ആ സഹായം ഏതെങ്കിലും ദൈവം ആണ് കൊണ്ടു തന്നതെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? അതോ ആ വ്യക്തിയുടെ നല്ല മനസ്സാണോ എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളൊരാളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ആ സഹായത്താൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ, അതോ ഈ പറയുന്ന ഒടിയാത്ത ലിംഗം പ്രതീക്ഷിച്ചിട്ടാണോ? നിങ്ങൾ തീരുമാനിക്കുക. അവിടെയാണ് ആ വ്യത്യാസം കാണേണ്ടത്. നമ്മളൊരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒറ്റ കാര്യമേ മാനദണ്ഡമാക്കേണ്ടതുള്ളൂ. അത് ഇത്രയേ ഉള്ളൂ.
ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് അവന് കണ്ടറിഞ്ഞ് ചെയ്താൽ അതൊരു വലിയ ഗുണമായിട്ട് അവിടെ ഭവിക്കുന്നു, ഒരു മനുഷ്യൻ അവിടെ രക്ഷപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള പുഴുക്കത്തുകൾ വന്നിരുന്നിട്ട് ഈ മതം പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ആ നാണയത്തിൽ തന്നെ ശക്തമായ ഭാഷയിൽ തന്നെ അതിനെ അപലപിക്കാൻ നമുക്ക് കഴിയണം. 5 പൈസയ്ക്ക് ഗുണമില്ലാത്തതാണ് ദൈവങ്ങൾ. ഒരു പ്രളയത്തിലും ഒരു ദൈവത്തെ കണ്ടില്ല, പ്രളയം ഉണ്ടാക്കിയതും പോരാ. അതാണല്ലോ മതം പഠിപ്പിക്കുന്നത്. അത് പറയുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാണെന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നത്. അതായത് ഈ പ്രളയമൊക്കെ ഉണ്ടാക്കുന്നു, ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കുന്നു, സുനാമി ഉണ്ടാക്കുന്നു, കോവിഡ് ഉണ്ടാക്കുന്നു. ചൈനയ്ക്ക് കൊടുത്ത ശിക്ഷയാണ് കോവിഡ് എന്നാണ് പറഞ്ഞത്. അവസാനം ആ ശിക്ഷ ഇറങ്ങി മക്കയിൽ എത്തിയപ്പോൾ അത് പരീക്ഷണമായിട്ട് മാറുന്നു. ഇതൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. മക്കയിലെ ക്രെയിൻ ഒടിഞ്ഞു വീണ് അവിടെ നാട്ടുകാർ ആയിരക്കണക്കിന് പേര് മരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കോയ കോളിങ്ങിൽ ഒരുത്തം വന്നിട്ട് വലിയ വിഷമം, 1000 പേരെ അള്ളാഹു കൊന്നു എന്ന് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നാ ചോദിച്ചത്. ഞാൻ പിന്നെ ആരാ കൊന്നത്? അള്ളാഹു അല്ലേ കൊന്നത്? അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കുത്തി ചോദിച്ചു, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ടെമ്പറേച്ചർ കൂടിയപ്പോൾ അതിൽ താങ്ങാതെ അല്ലേ ആൾ മരിച്ചത്? ഓക്കെ, അതെ ആയിക്കോട്ടെ. ആരാ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കിയത്? അത് പടച്ചോനാണ് ഉണ്ടാക്കിയത്. ആരാ ടെമ്പറേച്ചർ കൂട്ടിയത്? പടച്ചോൻ ഉണ്ടാക്കിയത്. അത് താങ്ങാതെ പറ്റിയപ്പോൾ അവർ മരിച്ചതപ്പോൾ പടച്ചോൻ തന്നെയല്ലേ കൊന്നത്? അതെ. അപ്പോൾ ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പരിപാടി, ഇതാണ് വിശ്വാസികൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇതെല്ലാം ഉണ്ടാക്കുന്നത് ദൈവമാണ് എന്ന് പറയുകയും എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ഇതേപോലെ എടുത്തു ചാടിയിട്ട് ഞങ്ങൾ എന്തോ വലിയ സംഭവം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ചേരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഇതെല്ലാം അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ ഗുണ്ടകൾ തന്നെ അതിനകത്ത് ഇറങ്ങി തിരിഞ്ഞ് നിന്ന് ചെയ്താൽ മതി. നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് ഇത് നാച്ചുറൽ കലാമിറ്റിയാണ്. ഈ ഭൂമി ഉണ്ടായത് എന്ന് മുതലാണ്, അന്ന് മുതൽ ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ്സ് അതിവിടെ ഉണ്ടായിട്ടുണ്ട്, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ടോപ്പോഗ്രഫി ഇവിടെ മാറി മറിഞ്ഞ് മലകളും രൂപങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ മലയൊക്കെ ഉണ്ടായിട്ടുള്ളത്? ഹിമാലയ പർവ്വത നിരകളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? പടച്ചോൻ ഖുറാനിൽ എഴുതി വെച്ച മാതിരി ഇങ്ങനെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണി അടിച്ച് വെച്ചതൊന്നുമല്ല. ഖുറാനിലെ ദൃഷ്ടാന്തമാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ലാസ്റ്റ് കാണാം. ഇങ്ങനെയുള്ള തമാശകൾ ഖുറാനിലിരിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ കൂടിപ്പോവാണ്. ക്ഷമിക്കുക, ഓക്കെ, ആവേശമാണ്, മാപ്പാക്കണം. എൻ്റെ ആ ഔന്നത്യത്തെ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം എത്രത്തോളം ദുർബലരാണെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ടെക്നോളജിയെക്കുറിച്ച് സയൻസിനെ കുറിച്ചൊക്കെ ബോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഇത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ വീണ്ടും പറയുക. ഈ സാധനം ദ സോഫ്റ്റ് ബിഗോട്ടറി ഓഫ് ലോ എക്സ്പെക്റ്റേഷൻസ്, ഓരോ വിശ്വാസിയും തളച്ചിടപ്പെടുന്നൊരു സംഗതിയാണ്. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്. ഇത് ഈ ഒരു വിശ്വാസത്തിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ മുസ്ലിങ്ങളെ ആ ഒരു ജനവിഭാഗത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കാണുന്നതും ഇതേ കാഴ്ചപ്പാട് കൂടി തന്നെ. മുസ്ലിങ്ങൾ അവർ പാവങ്ങൾ, അവർ വിക്ടിംസ്, അവർ ന്യൂനപക്ഷം, അവർക്കൊന്നിനും സാധിക്കില്ല, അവരെപ്പോഴും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ അവരെ പാട്രണൈസ് ചെയ്യണം എന്നൊരു കാഴ്ചപ്പാടോടുകൂടി അവരുടെ കഴിവുകളെയോ അവരുടെ ശക്തിയെയോ അംഗീകരിക്കാതെ അവരെപ്പോഴും അവർ കുറഞ്ഞവരാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അവരെ ഞങ്ങളാണ് രക്ഷിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക. ഇതാണ് ഈ സാധനത്തിൻ്റെ ആകത്തുക. സത്യത്തിൽ ഇതൊരു ഡിസ്ക്രിമിനേഷനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു വിവേചനമാണ് ഈ സംഭവിക്കുന്നത്. ഇത് ദൈവങ്ങൾ പോലും ചെയ്യുന്നു വരുന്നിടത്താണ് ഈ ദൈവങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്ന് പറയപ്പെടുന്ന ഈ മതങ്ങളൊക്കെ എത്രമാത്രം പിന്തിരിപ്പനാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി, ഇപ്പോൾ ആ 2ാം ക്ലാസ്സുകാർ ഈ പ്രായത്തിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ കുട്ടി മദ്രസയിൽ പോകുന്നൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ ആ കുട്ടി മദ്രസയിലല്ല അമ്മ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മിക്കവാറും ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു കുട്ടിയാവാനാണ് സാധ്യത. എന്തായാലും ആ കുട്ടി ഇനി വലിയ തോതിൽ ദൈവചിന്ത തലയിൽ കൊണ്ടുപോയി മദ്രസയിലും പോയി നിന്ന് കൂട്ടുക. ഒരു 5ാം ക്ലാസ് മദ്രസ, ഒരു 10ാം ക്ലാസ് മദ്രസയ്ക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെന്താ ചോദിക്കാമെന്നറിയോ? ഇതെല്ലാം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്, അള്ളാഹു ഇതെല്ലാം പരീക്ഷിക്കണമാണ്, ഇത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്, ഇത് നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മാറുന്ന കുട്ടിയായിട്ട് മാറ്റും. ഇതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നു, ഈ ഇന്ത്യ പറയുന്ന രാജ്യം ഇതുപോലെ ഒരു വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഒരു മാറ്റം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇവിടുത്തെ ന്യൂനപക്ഷമായിട്ട് മുസ്ലിങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇവിടുത്തെ ഭൂരിപക്ഷമായിട്ടാണ് മുസ്ലിങ്ങൾ ഇരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു ജനവിഭാഗം അല്ലെങ്കിൽ നോൺ മുസ്ലിംസ്, അവിടുത്തെ ക്രിസ്ത്യൻസ് അടക്കം അവർ ഇവിടെ ന്യൂനപക്ഷമായി പോകുന്നൊരു ഘട്ടം വന്നാൽ ഇതായിരിക്കില്ല ഇവിടുത്തെ അവസ്ഥ. നമ്മളും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പിന്നെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അതിൻ്റെ ലക്ഷണങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കാണുന്നു. ഹമാസിൻ്റെ ആ ഭീകരവാദി, അയാൾ അവിടെ ചത്തു വീഴുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകൾ പോലും കേരളത്തിലെ മുസ്ലിങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഈ കേരളവും ഈ പറയുന്ന ഹമാസും ഈ താലിബാനൊക്കെ തമ്മിൽ എന്താ വ്യത്യാസമാണ്? അവർക്ക് കുഴലൂതുന്ന ഒരു മാധ്യമ സ്ഥാപനം തന്നെ ഇവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പിന്നെ നമ്മൾ രക്ഷപ്പെടാൻ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇതുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് അതുപോലെയാണ് ഇത് എന്ന് പറയാൻ വേറെ ഒരു മാധ്യമം ഏതാണുള്ളത് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഞാൻ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെ ഒരു മാധ്യമം ഇവിടെ ഇല്ല. മാധ്യമം
അതായത് നമ്മുടെ മുക്കാൽ മീഡിയ പോലെ ഒരു മാധ്യമം അത് വേറെ ഒരെണ്ണം ഇവിടെ ഇല്ല. അത് മാത്രമേ ഉള്ളൂ. സുന്നികളുടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റ് പല മാധ്യമം ചന്ദ്രികയൊക്കെ ആണെങ്കിൽ പോലും ഇത്രയ്ക്ക് അധപ്പതിച്ചിട്ടില്ല എന്നേ പറയാനുള്ളൂ. ഇപ്പോൾ ഹാഗിയ സോഫിയയുടെയൊക്കെ വിഷയം വന്നപ്പോൾ അവർ അതിനെ വലിയ തോതിൽ പുകഴ്ത്തി. പക്ഷേ അവർ തന്നെ അതിൻ്റെ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തുന്നതെങ്കിലും നമ്മൾ കണ്ടു. എന്നാൽ മാധ്യമം ഇതുവരെ തിരുത്തിയിട്ടില്ല. 96 വിസ്മയം പോലെ താലിബാൻ എന്ന് എഴുതുന്നു, 2021 സ്വതന്ത്ര അഫ്ഗാൻ എന്ന് എഴുതുന്നു. അതിനുശേഷം ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ വിഷയം വന്നതിന് ശേഷം നിരന്തരം ഹമാസിന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്നു. ഇപ്പോൾ അയാൾ ചത്തു വീണപ്പോൾ അയാൾക്ക് കബറടക്കം അതിനെക്കുറിച്ചുള്ള ലൈവ് ടെലികാസ്റ്റ് വരെ നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ മാധ്യമം എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ മുസ്ലിങ്ങളെ കുഴിച്ചു മൂടുന്നതിനുള്ള കളമൊരുക്കുകയാണ്. സംഖ്യകൾക്ക് വെട്ടാനുള്ള ആ പാത്രമാക്കി അവരെ ബലിയാടുകളാക്കുന്ന പരിപാടിയാണ് സത്യത്തിലൂടെ. സംഖ്യ വെട്ടോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം, പക്ഷേ ഇവർ പറയുന്നത് അവർ വെട്ടുന്നതാണല്ലോ. അങ്ങനെ വെട്ടുന്നുണ്ടെങ്കിൽ അതിന് മുസ്ലിങ്ങളെ പാകപ്പെടുത്തുന്ന പരിപാടിയാണ് ഈ മാധ്യമം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അനുവദിക്കാൻ പാടില്ല. മുസ്ലിങ്ങളത് തിരിച്ചറിയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ സോഫ്റ്റ് ബിഗോട്രി ഓഫ് ലോ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്ന സംഗതി ഓരോ വിശ്വാസിയുടെയും മനസ്സിലൂടെ വരാൻ സാധ്യതയുള്ള സംഗതിയാണ്, അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് പുറത്തു ചാടാൻ നമുക്ക് സാധിക്കണം എന്നാണ് ആ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ മറ്റു ചില കാര്യങ്ങളൂടി പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും, എല്ലാറ്റിനും നമുക്ക് കാണാൻ സാധിക്കും, എന്തും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും, അതിനുള്ള ടെക്നോളജി ഉണ്ട് എന്നാണ്. അങ്ങനെ ആ ഒരു മിഥ്യാധാരണയിൽ ഇല്ലാത്ത ഒരു ഔന്നത്യത്തിൽ പിന്നെ വിരാജിച്ചിരുന്ന നമ്മുടെ മനസ്സിലെ പടച്ചോൻ കാണിച്ചിരാണ്. ഇങ്ങനെ ഒരു ദുരന്തം വന്നാൽ അതിനെ നേരിടാൻ പറ്റാത്ത രൂപത്തിൽ അത്ര ദുർബലനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ്റെ ദൗർബല്യം നമ്മൾ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പക്ഷേ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കഴിവ് എന്ന് പറയുന്നത് എന്ന് ബോധ്യപ്പെടുന്നതിനപ്പുറത്ത് അത് ആ സമയത്ത് പോലും ദൈവത്തിനെ ചീത്ത പറയാൻ, ദൈവം എവിടെ നിന്ന് പോയി ചോദിക്കാനാണ് മനുഷ്യനെ പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെയാണ് അവരുടെ മനസ്സ് പാകപ്പെട്ടിട്ടുള്ളത്. കേട്ടല്ലോ. അപ്പോൾ എനിക്കിത് ഓർമ്മ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ 2000 ഇതൊന്ന് കേട്ടോളൂ. ഒരു നിലവിളിയാണ്. അതായത് ഇസ്ലാമിന് ഒരു ഊക്ക് കിട്ടിയ ഒരു സമയം, അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് ഒരു ഊക്ക് കിട്ടിയപ്പോൾ അതിലുള്ള ഒരു വിഷമാണ് പങ്കുവെക്കുന്നത്. പ്രളയകാലത്ത് ആ ഒരു ഓർമ്മ നമുക്ക് കേൾക്കാം. 2018 പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു പേജിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഞാൻ അന്ന് തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. ആ പ്രളയം തുടങ്ങുന്ന സമയത്ത് ആ മഴ കൂടി, റെഡ് അലേർട്ടൊക്കെ ഉണ്ടായി. ആ ഒരു തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പ്രളയത്തിനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ഈ വെള്ളം കൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള പോസ്റ്റിൽ ഒരു സുഹൃത്ത്, ഒരു സഹോദരി വളരെ നിഷ്കളങ്കമായി വന്നിട്ട് അവിടെ ഒരു കമൻറ്റ് ഇടുകയാണ്, ഗോഡ് ബി അവർ സ്ട്രെങ്ത്. ദൈവമാണ് നമ്മുടെ പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, കാരണം നമുക്ക് ഇതിനെല്ലാം പിന്നെ അതിജീവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സഹോദരി അവിടെ വന്നിട്ടൊരു കമൻ്റ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അയാളുടെ ദൈവവിശ്വാസം, അത് നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം, ആ ഒരു വിശ്വാസം അവിടെ പ്രകടിപ്പിക്കുമ്പോൾ അതിനോട് പ്രതികരിച്ചിട്ടുള്ള കൂടുതൽ ആളുകളും ഹഹ എന്ന് പറയുന്ന റിയാക്ഷൻ ഇട്ടുകൊണ്ടാണ്, അല്ലേ, പരിഹസിക്കുകയാണ്. ദൈവം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള അതൊന്നും ആവശ്യമില്ല. മാത്രമല്ല കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി KSDMA അതിനോട് പ്രതികരിച്ചെന്ന് വെച്ചാൽ ദൈവമൊന്നല്ല, സയൻസ് എക്സ്പീരിയൻസ് ആൻഡ് പ്ലാനിങ് ഈസ് ദ കളക്റ്റീവ് സ്ട്രെങ്ത് ഓഫ് അവർ സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ സയൻസ് എക്സ്പീരിയൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ സാധനമാണ് നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അത് യോജിക്കാൻ കഴിയുന്നില്ല. അത് എന്തോ ഒരു പ്രശ്നമായിട്ട് കാണുന്നു. ഏതുപോലെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതേപോലെ എന്ന് പറഞ്ഞിട്ട് ബാസിൽ ഇവിടെ എന്താ തുടങ്ങി വെച്ചത്? അതായത് എങ്ങനെയാണോ ഈ വിഷയത്തിലേക്ക് ഈ വർഗീയപരമായിട്ട് ഇതിനെ കൊണ്ടുവന്ന് കേരളത്തിൽ അവിടെ മലപ്പുറത്തായിരുന്നെങ്കിൽ നന്നായനെ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വികലമായ കമൻറ്റ് ഇട്ട് പാസ്സാക്കി അതിൽ കൈയടിക്കാൻ വേണ്ടി നിന്ന ആളുകൾ അതിനോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കുകയാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. നിങ്ങൾ ഇവിടെയാണ് ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് ഇനിയെങ്കിലും പിടികിട്ടേണ്ടത്, ഇതുവരെ പിടികിട്ടിട്ടില്ലെങ്കിൽ. അതായത് മതവിശ്വാസം അത് പൊക്കിപ്പിടിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ ഉള്ള അവകാശമാണ് അതിലെ പൊള്ളത്തരത്തെക്കുറിച്ച് പറയാനും അതിനെതിരായിട്ടുള്ള വാദങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനുള്ളത്. ഇതൊരു വിശ്വാസികൾ പറയുമ്പോൾ 2ാം ക്ലാസ്സുകാരി പറഞ്ഞപ്പോൾ അത് 2ാം ക്ലാസ്സുകാരിയുടെ ബുദ്ധിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അളക്കാം. ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവർ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ അതും പ്രശ്നമായിട്ട് മാറുന്നു. അതായത് നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, നമുക്കങ്ങനെ ഒരു ദൗർബല്യം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ സ്വയം തളച്ചിടപ്പെടേണ്ട ആളുകളല്ല. നമ്മൾ ചന്ദ്രനില്ലെങ്കിൽ ചന്ദ്രൻ, ഇനി അതുമല്ല ഇനി വേറെ ഏതെങ്കിലും യൂണിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ നിലവിളിച്ചുകൊണ്ട് ഇരവാദവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല മനുഷ്യർക്ക് വേണ്ടത്. അത് കാക്കാമാർ ചെയ്യുന്നുണ്ട്, ആവശ്യത്തിലധികം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നാണ് ഇവിടെ ബാസിൽ പോലും പഠിപ്പിച്ചു വെക്കുന്നത്. ഈ ഇരവാദം എങ്ങനെയാണ് ഇസ്ലാമിൽ വർക്കൗട്ട് ആവുന്നത് എന്നതും കൂടിയാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്നിനും കഴിവില്ല, നമ്മളിങ്ങനെയാണ്. ഇതൊരു വലിയ ഒരു തൊല്ലയാണ്. ഇതൊരു തിരിച്ചറിയേണ്ട ഒരു ഏറ്റവും മോശമായിട്ടുള്ളൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളുടെ കഴിവുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഏറ്റവും മിനിമം വേണമെന്നാണ് ഞാൻ പറയുക. എന്നാലാണ് നമുക്ക് ഉയർന്നു വരാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കേട്ടല്ലോ, ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെയാണ് ഇവിടെ വിമർശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ സയൻസും അതുപോലെ തന്നെ എക്സ്പീരിയൻസും പ്ലാനിംഗ് ഒക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്. അവിടെ ദൈവത്തിനൊന്നും ആവശ്യമില്ല എന്നുള്ള നിലക്ക് ഔദ്യോഗികമായി അവർ പ്രതികരിക്കുകയും ചെയ്തു. എന്നിട്ട് അതിനോട് കുറേ ലവ് റിയാക്ഷൻസ് ഒക്കെ ഒരുപാട് ആളുകൾ കൊടുത്തു. അതൊക്കെ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ബാക്കി നമുക്ക് കേൾക്കാം എന്താ പറയണതെന്ന്. നമ്മൾ ആലോചിച്ചോക്കാം, ഒരു പ്രളയത്തിൻ്റെ തുടക്കത്തിലാണ് നമുക്ക് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതികരിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത് സാധാരണ വിശ്വാസികളൊക്കെ ചോദിക്കുന്നതാണ്, നിങ്ങൾ ഇത്ര വലിയ ശാസ്ത്രവും ഇത്ര വലിയ സംഭവമാണെന്ന് പറയുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് പ്രളയം, എന്തുകൊണ്ട് ലാൻഡ് സ്ലൈഡ് എന്നാണ് ചോദിക്കുന്നത്. അതിന് നമുക്ക് ഉത്തരവുണ്ടെന്നേ. കാരണം എന്താണ്, ഇവിടെ ഇവർ ഈ ചോദിക്കുന്നതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എല്ലാം മൂട്ടിൽ വെക്കുന്ന വെടിയാന്ന് നമ്മൾ പറയാറുണ്ട്. ഇതും അത് തന്നെയാണ്. എന്താ നമുക്ക് കേൾക്കാം പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൗർബല്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരു ദൗർബല്യമില്ല, മനുഷ്യൻ എല്ലാം തികഞ്ഞവനാകുന്നു, മനുഷ്യന് യാതൊരു തരത്തിലുള്ള ദൗർബല്യവും ഇല്ല എന്ന ഒരു തരത്തിലുള്ള ഒരു അഹന്ത അതാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ശരിയാണ്, നമുക്ക് മനുഷ്യനാൽ കഴിയുന്ന രൂപത്തിൽ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും അതിനെ തടയാൻ അല്ലെങ്കിൽ അതിനെ ഒരു പരിധിവരെ അതിൻ്റെ ദുരന്തങ്ങളുടെ വ്യാപ്തി തടയാനൊക്കെ നമുക്ക് ഒരുപാടൊക്കെ ശ്രമിക്കാം. നമുക്ക് ശ്രമിക്കണം, യാതൊരു സംശയമില്ല. മനുഷ്യന്മാർ അതിനുവേണ്ടി സയൻസ് ഉപയോഗിക്കണം, ബുദ്ധി ഉപയോഗിക്കണം, പ്ലാനിങ് ചെയ്യണം, യാതൊരു സംശയമില്ല. അതെല്ലാം കൂടുതൽ ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾക്ക് ദൈവം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന രൂപത്തിൽ ഒരു ആശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ, ദൈവം ഉണ്ടാകും നമ്മുടെ കൂടെ എന്നൊരു ആശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അതിനോട് പോലും ഈ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഇൻ്റലക്ച്വൽ അഹന്ത എന്ന് നമ്മൾ പറയും. അതിനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരു ദൗർബല്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും. നമ്മൾ എത്ര തന്നെ ബോസ്റ്റ് ചെയ്താലും നമുക്ക് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്, നമ്മൾ മനുഷ്യന്മാരാണ്. ഇതാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ദൗർബല്യരാണോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ എന്താ സത്യത്തിൽ ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ മതം പഠിപ്പിക്കുന്നത് എന്താ? മതം പഠിപ്പിക്കുന്നത് നിങ്ങളെ നാം ഭൂകമ്പങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. പടച്ചോൻ പറയുന്നൊരു സാധനമാണ്. പടച്ചോന് വേറെ പരീക്ഷണമൊന്നുമില്ല കേട്ടോ. പടച്ചോൻ്റെ ലാബിൽ ഇങ്ങനെ ഭൂകമ്പമൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് മനുഷ്യനിങ്ങനെ ഇട്ട് കൊടുക്കും. എത്ര പേര് ഞെട്ടുന്നുണ്ട്. ഞെട്ടുന്ന സമയത്ത് ആരൊക്കെ അല്ലോ എന്ന് വിളിക്കുന്നുണ്ട്, ആരൊക്കെ ശിവോ എന്ന് വിളിക്കുന്നുണ്ട്, ആരൊക്കെ വിഷ്ണു എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലോ എന്ന് വിളിക്കുന്ന ആൾക്കൊക്കെ ഹൂറിയും ഒടിയാത്ത ലിംഗവും കൊടുക്കും. ശിവോ എന്ന് വിളിച്ച ആൾക്കൊക്കെ അപ്പുറത്ത് അൽഫഹം ബന്ധില്ല. ബ്രഹ്മോ എന്ന് വിളിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് മറ്റേ എണ്ണയിലിട്ട് പൊരിക്കും. ഇതാണ് പടച്ചോൻ്റെ പരിപാടി. നിങ്ങൾ ഈ കഥ ആരോടാ പറയാൻ ശ്രമിക്കുന്നതെന്നാണ് ഇനിയെങ്കിലും ആലോചിക്കേണ്ടത്. ഇത് ലോകം മാറി, കാലം മാറി. ഇപ്പോൾ ഇസ്ലാമിലെ തന്നെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഈ ഭൂകമ്പം എന്ന് പറയുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ട്രാഫിക് പോലീസ് പിടിക്കുമ്പോൾ ഓതുന്നൊരു സൂറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പോലീസുകാരനെ പേടിപ്പിച്ച ആ സൂറത്ത് എന്താ പറയുന്നത്, നിങ്ങളെ ഈ ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളും, അങ്ങനെ കടന്ന് വിറയ്ക്കും, അതിനകത്തുള്ള സാധനമൊക്കെ പുറത്തേക്ക് ചാടും, അപ്പോൾ ആകെ അൽക്കുൽത്താവുന്നൊരു സമയം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ ഈ ഭൂകമ്പം പേടിപ്പിക്കാനാണ്, പേമാരി പേടിപ്പിക്കാനാണ്, പരീക്ഷിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഇങ്ങനെ എന്താണ് ഓരോരോ സാധനങ്ങൾ നിങ്ങളെ പേടിപ്പിക്കുക. ഈ എന്താണ് നമ്മളുടെ എക്ലിപ്സ്, സൂര്യഗ്രഹണം, ഇതൊക്കെ ലോകാവസാനത്തിലെ ലക്ഷണമാണെന്ന് പറഞ്ഞിട്ട് സൂര്യഗ്രഹണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നബി ഓടി കയറും പള്ളിയുടെ അകത്തേക്ക്. ഇതേ ഇപ്പോൾ ലോകാവസാനിക്കാൻ പറഞ്ഞ സുജൂതാണ്, മൂട് പൊക്കി കാണിക്കൽ. ഇതൊക്കെ ചെയ്ത് അവിടെ തലതല്ലി ഇരിക്കുക. അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ വെളിച്ചമൊക്കെ വരും. അത് ലോകം അവസാനിച്ചില്ലേ എന്ന് പറഞ്ഞ ആൾ അവിടെ ഇളിബ്യനായിട്ടിരിക്കുന്നൊരു കാഴ്ച. ഇതൊരു വശത്ത്. രണ്ട്, ചില ആളുകളെയൊക്കെ കാണുമ്പോൾ ഇത് ദജ്ജാലാണോ എന്നൊരു സംശയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ദജ്ജാലാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നാലെ പോകുന്ന കാഴ്ച. അതായത് ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അപ്പോകാലിപ്റ്റിക്കൽ റിലീജിയനാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ലോകം അവസാനിക്കും, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്നും ചെയ്യണം, നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതി. എന്തിനാ ലോകം അവസാനിക്കാൻ പോകല്ലേ, പിന്നെ നമ്മൾ എന്തിനാ ചെയ്യണം? പോരാത്തിന് നമ്മൾ ദുർബലരുമാണല്ലോ, അപ്പോൾ കിട്ടണ സമയം വല്ല പൂശലും നടത്തിയിരിക്കാം എന്നും പറഞ്ഞിരിക്കുന്ന പരിപാടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും പഠിപ്പിക്കുന്നില്ല. ഇതിൽ നിന്നും കവച്ച് വെച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായി കണ്ട് ഏതെങ്കിലുമൊക്കെ ശാസ്ത്രമായ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെട്ടിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞ് ഇവർ തന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അവരോട് നമ്മൾ പറയുന്നത്, നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, ശരി ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാരുണ്ട്, പിന്നെ എന്തേ അവരൊക്കെ നിന്നുപോയി, ഇപ്പം എന്തേ ശാസ്ത്രജ്ഞന്മാരില്ലാത്തത്? ഇതാണ് നമ്മൾ ചോദിക്കണത്. അതിൻ്റെ കാരണം ഒത്തേ ഉള്ളൂ, അങ്ങനെ അവർ ഇസ്ലാമിന് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് അവരെ കാഫിറുകൾ, ഇപ്പോൾ അവിസിനെ പോലെയുള്ള ആളുകളെ കാഫിറായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കാഫിർ, ലീഡർ ഓഫ് ദ കാഫിർ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് അവരെ അപമാനിച്ച് നടന്ന് അവരെ കൊന്നു തള്ളാൻ വേണ്ടി ഉത്തരവിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം അവസാനം ശാസ്ത്രമൊക്കെ ഒരു മൂലയിലായി. ഇപ്പോൾ എവിടെ ശാസ്ത്രജ്ഞന്മാർ? അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകം അവസാനിക്കാൻ പോകുന്നു, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതെന്ന് തന്നെയാണ്. നിങ്ങൾ ചുമ്മാ അവിടെ ചമ്രം പടിഞ്ഞിന് ദിക്റും ചൊല്ലി ഇരുന്നാൽ മതി, ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളിങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ശാസ്ത്രത്തിലേക്ക് ഏർപ്പെടണം, ഇതൊന്നും ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ഇഹലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല, എല്ലാം പരലോകത്തിന് വേണ്ടി ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് എല്ലാം ഇറങ്ങിത്തിരിക്കുക. ഇതുകൊണ്ടാണ് ഇവിടെ ഈ തീവ്രവാദം പോലെ ഇത്രയും നടക്കുന്നത്. ആളുകൾക്ക് സ്വന്തം ജീവനിൽ പോലും കൊതിയില്ലാതെ, വേദനയെ പോലും മാനിക്കാതെ ഇതുപോലെ ബോംബ് പൊട്ടിച്ചാവാൻ പോലും ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ കാരണം
ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇഹലോകം അത് നമ്മൾ കാക്ഷിക്കാൻ പാടില്ല. ഈ ലോകത്തുള്ള സൗന്ദര്യം, പെണ്ണ്, കള്ള്, ഇമാതിരി സാധനം ഇതൊക്കെ നിങ്ങളെ വഴിതെറ്റിക്കാനുള്ള സാധനമാണ്. ഇതിനേക്കാളൊക്കെ മുന്തിയ പെണ്ണും കള്ളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങിത്തിരി, ജിഹാദ് നിങ്ങൾ ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഭൂകമ്പം. ശരി, കുറേ കാലമൊക്കെ മനുഷ്യൻ പേടിച്ചു. ഇപ്പം എന്താ ജപ്പാനിലെ ആളുകളുടെ അവസ്ഥ? ഞാൻ ഈ മതം വിടുന്ന ഒരു മേഖല, ഒരു ഘട്ടം വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. ജപ്പാനിലുള്ള ആളുകൾക്ക് ഭൂകമ്പം കാണുമ്പോൾ പേടിയുണ്ടോ ഇല്ലേ? ഇതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. പേടിയില്ല. അപ്പോൾ പടച്ചോൻ്റെ ഉദ്ദേശം പേടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ ജപ്പാനിലുള്ള ആളുകൾ പേടിക്കുന്നില്ല. അവരെങ്ങനെയാണ് പേടി ഇല്ലാണ്ടാക്കിയത്? അവർ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ആ ടെക്നോളജി ഉണ്ടാക്കി. എന്താണത്? അവരുടെ ബിൽഡിങ്ങുകളുടെ ഉള്ളിലൊരു തരത്തിലുള്ളൊരു പെൻഡുലം, ആ പെൻഡുലം, ആ സിസ്റ്റം അവർ സ്ഥാപിച്ചിട്ട് ആ ഒരു സയൻറ്റിഫിക് മെത്തഡോളജി, ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ബിൽഡിംഗ് ഇങ്ങോട്ട് ആടുമ്പോൾ പെൻഡുലം പിടിച്ച് അങ്ങോട്ടാട്ടും, അപ്പോൾ ബിൽഡിങ് നേരെയാവും. പിന്നെ പിടിച്ച് ഇങ്ങോട്ടാടുമ്പോൾ അത് പിടിച്ച് ഇങ്ങോട്ടാക്കും, അപ്പോൾ ഇങ്ങോട്ടാവും. ഇങ്ങനെ ആടി ഈ ഭൂകമ്പം അവിടെ നടക്കുമ്പോൾ നമ്മൾ ബിൽഡിങ് വടിയായിട്ട് നിൽക്കും. ഇതാണ് അവിടെ സ്ഥിതി. അതായത് അതിൻ്റെ ആ സ്വയിങ് ആക്ഷൻ അതവിടെ കുറച്ച് അത് തകർന്നു വീഴുന്നത് അവിടെ ഒഴിവാക്കി. ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അകത്തൊക്കെ വീഴുമായിരിക്കും, പക്ഷേ ആൾനാശം ഇല്ല. ആളുകൾ പേടിക്കുന്നില്ല. പടച്ചോൻ പറയുന്നത് പേടിപ്പിക്കാനാണെന്നാണ്. ഏതായാലും അവിടെ ജപ്പാനിലുള്ള ആളുകൾക്ക് പേടിയില്ല. അപ്പോൾ ആരവിടെ ജയിച്ചത്? പടച്ചോൻ 0, ജപ്പാൻ 1. ഇതല്ലേ അവിടെ സംഭവിച്ചത്? ഇനി ആ ആക്ഷൻ കാണിച്ച് തെറ്റിയെന്ന് പറയണ്ട. പടച്ചോൻ 0, ജപ്പാൻ 1. ഓക്കെ, ഇതല്ലേ അവിടെ സംഭവിച്ചത്? അതേപോലെ ഇപ്പോൾ ജപ്പാനിലുള്ള ചില ടെക്നിക്സ് നിങ്ങൾക്കറിയാം. അവിടുത്തെ മെട്രോ അത് ഓടുന്ന സമയത്ത് അവിടെ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തിട്ട് മെട്രോ തനിയെ നിൽക്കും. അവിടെ നിന്നിട്ട് ആ സീസ്മിക് ആക്ഷൻ അവിടെ കഴിയുമ്പോൾ അത് പിന്നെ ഓടി തുടങ്ങും. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ആരും എല്ലാവരും ഭൂമി കുലുങ്ങുന്നുണ്ടെന്നാണ് തോന്നണേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ശ്വാസം പിടിച്ചിരിക്കും. കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ കഥ. പടച്ചോൻ പേടിപ്പിക്കണ കഥയാണ് ഈ പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വശത്ത് മതം പഠിപ്പിക്കുന്നു, നിങ്ങളെ നോം എർത്ത് ക്വേക്ക് കൊണ്ട് പേടിപ്പിക്കും, നിങ്ങളെ നോം എർത്ത് ക്വേക്ക് കൊണ്ട് അവിടെ ഇതുപോലെ ശിക്ഷിക്കും, പരീക്ഷിക്കും എന്നൊക്കെ പറയുന്നു. ആളുകൾ 5 മിനിറ്റ് നേരമല്ലേ പരീക്ഷണം, അതേതായാലും കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പരീക്ഷണം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഈ ദൈവത്തിൻ്റെയൊക്കെ ശരിക്കും നിലവാരം എന്താണെന്ന് ചോദിക്കുന്നത് അവിടെയാണ്. ഇനി ഇതുപോലെ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു കാര്യം വയനാട്ടിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ സംഭവിച്ചത് ഈ ഒരു സാധനം, അതായത് ഉരുൾപൊട്ടൽ. ലോകത്തിൻ്റെ ഉരുൾപൊട്ടൽ മാപ്പ് അത് നമ്മളുടെ നാസ, ഒറിജിനൽ നാസയാണ് കേട്ടോ, നമ്മളുടെ അൽ നാസയല്ല, അത് പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ആ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കാണാം. ഇവിടെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ആ ചുമന്ന ഭാഗം, നമ്മളുടെ കേരളം ഉൾപ്പെടുന്ന ഭാഗം, വെസ്റ്റേൺ ഗട്ട്സ് ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാധനം ഈ സാധനമാണ്. എന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡ്സ് തന്നെയാണ്, ഉരുൾപൊട്ടൽ തന്നെയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. ഇവിടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നു, കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഉമ്മൻ റിപ്പോർട്ടിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് മുൻകൂട്ടി കാണാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ ചിത്രം വരാത്ത, ഇപ്പോൾ നമ്മളുടെ ഈ റഷ്യയിലൊക്കെയുള്ള ചില സ്ഥലങ്ങൾ, ഇപ്പോൾ അവിടെ കളറൊന്നും നിങ്ങൾക്ക് കാണലില്ല, മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് ഇവിടെ നമുക്കൊന്ന് ലാൻഡ് സ്ലൈഡ് കൊടുത്തൊന്ന് നാട്ടുകാരെ ഒന്ന് പേടിപ്പിച്ച് കളയുന്ന ഒരു പടച്ചോനും വിചാരിക്കില്ല. കാരണം എന്താണ്? പടച്ചോൻ എത്ര മുക്കി തൂറിയാലും അവിടെ സാധനം വരില്ല, ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ബീപ്പ് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പുതിയൊരു സംഭവം റെഡിയാക്കിയാണ്. കാരണം ചില തെറിവാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആളുകൾക്കൊക്കെ വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സെറ്റപ്പാണ്. അപ്പോൾ അതാ പറയുന്നത്, നിങ്ങൾ ഈ മാപ്പിൽ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞു പിടിച്ചിട്ട് പടച്ചോനെ നിങ്ങൾ വെല്ലുവിളിക്കുക, ഇവിടെ ഒന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കി കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചോനെ കൊണ്ട് ജന്മം ചെയ്താൽ സാധിക്കില്ല എന്നാണ് ഈ പറഞ്ഞു വെച്ചതിൻ്റെ മറ്റൊരു വശം. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കാൻ പടച്ചോന് പ്രത്യേകിച്ച് ചിന്തയുടെ ആവശ്യമൊന്നുമില്ല, അതല്ലെങ്കിലും അവിടെ ഉണ്ടാകും എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതെടുത്ത് വെച്ചിട്ട് കണ്ടോ അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ കിടന്ന് ഊളത്തരം പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ബാസിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി വേറൊരെണ്ണം, എർത്ത് ക്വേക്ക് മാപ്പ്. നമുക്ക് ഈ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഇതിനകത്ത് വരുന്നില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ഭൂകമ്പം എന്ന് പറയുന്നത് നേരിട്ട് നമ്മൾ അനുഭവിക്കുന്നത് കുറവാണ്. എന്ന് വെച്ചാൽ എന്നാൽ ഇപ്പോൾ ഗുജറാത്തിൽ ഇപ്പോൾ ലത്തൂറിനെ കുറിച്ചും അതുപോലെ നേപ്പാൾ പോലെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്.
കാരണം ലോകത്ത് ഇങ്ങനെ എർത്ത് ക്വേക്ക് ബെൽറ്റ് എന്ന് പറയുന്ന സാധനം കണ്ട് ജപ്പാനും ആ ഭാഗമൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അവിടെ ജപ്പാനിലൊക്കെ ഒരു ദിവസം 100 കണക്കിന് എർത്ത് ക്വേക്സ് ആണ് ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര ഭൂകമ്പം അവിടെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ വീണ്ടും പടച്ചവനെ നമ്മൾ വെല്ലുവിളിക്കുന്നു. അതിൽ ഈ മാർക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ധൈര്യമുണ്ടെങ്കിൽ അവിടെ ഒന്ന് എർത്ത് ക്വേക്ക് ഉണ്ടാക്കി കാണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവൻ മുക്കി അവിടെ ഭൂകമ്പം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. എന്താ കാരണം ഭൂകമ്പം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ആ സൈസ്മിക് പ്ലേറ്റ്സ്, നമ്മൾ പറയുന്ന ടെക്ടോണിക് പ്ലേറ്റ്സ്, അത് തമ്മിലുണ്ടാവുന്ന ഇടിക്കലും അത് സംഭവിച്ചിട്ടുണ്ടാകുന്ന ആ ഒരു പ്രകമ്പനം ആ സാധനം അവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഈ ഭൂകമ്പം ഉണ്ടാവുക. അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് നമുക്കതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഭൂകമ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പടച്ചോനെ കൊണ്ട് ജന്മം ചെയ്താൽ സാധിക്കില്ല എന്നും കൂടിയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ ഓരോ വിഷയം നിങ്ങൾ എടുക്കുക. ഇനി അടുത്തത് വേറൊരെണ്ണം നമുക്ക് നോക്കാം. ഇത് ഫ്ലഡ് ഫ്രീക്വൻസിയാണ്. നിങ്ങൾ സൗദി അറേബ്യയിൽ പോയിട്ട് ഇത് അല്ലെങ്കിൽ ആ കാണുന്ന ഇതിൽ ഇപ്പോൾ ഗ്രീൻലാൻഡിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ആ താഴെ ഭാഗങ്ങളിൽ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ അതിലെ വെള്ള ഭാഗമുള്ള സ്ഥലത്ത് പോയിട്ട് ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക ഒരു 10 മീറ്റർ ഉയരത്തിൽ വെള്ളം വരുന്ന ഒരു ഫ്ലഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണ് നമ്മൾ പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്ന് സീ ലെവലൊക്കെ മാറി ഇപ്പോൾ നമ്മളുടെ ആ ഏരിയ എന്ന് പറയുന്നത് വീണ്ടും ഫോറസ്റ്റ് ആവുന്ന ഒരു ഏരിയയൊക്കെ വരും. ഒരു കാലം വരാനുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നിലവിലേതായാലും അത് നടക്കില്ല. അതേപോലെ കേരളത്തിൽ നമ്മൾ കാണുന്നു, അവിടെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഏറ്റവും കൂടുതൽ ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇന്ത്യ ഇവിടെ കേരളം കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. രാജസ്ഥാൻ മരുഭൂമി അവിടെ ഫ്ലഡ് പ്രോൺ അല്ല എന്ന് നിങ്ങൾക്ക് അവിടെ കാണാം. എന്ന് പറഞ്ഞ പോലെ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് പടച്ചവനെ വെല്ലുവിളിക്കാം. ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കൂട്ടി കാണിക്ക് എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കാം. ഇനി വേറൊരെണ്ണം നിങ്ങൾക്ക് ഖുർആനിൽ തപ്പിയ കാണാൻ പറ്റാത്തൊരു സാധനമാണ് അഗ്നിപർവ്വതം. ഖുർആനിൽ നിങ്ങൾ അഗ്നിപർവ്വതം വോൾക്കാനിക് ഇറപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഖുർആനിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരു സൂറത്തിൽ കഷ്ടിച്ച് കാണാം. ഇങ്ങനെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ പറയുന്നിടത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അതിലിങ്ങനെ ഒരു സൂചന, ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് ഛർദ്ദിക്കും എന്ന് പറയുന്നൊരു സാധനം. അവിടെ പോലും കൃത്യമായിട്ട് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറഞ്ഞ് കാണാൻ കഴിയില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പടച്ചോൻ ജീവിച്ചിരുന്ന അന്നത്തെ ആ ഒരു സൗദി അറേബ്യയുടെ പ്രദേശത്ത് അവിടെ ചുറ്റുവട്ടത്തൊന്നും ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് അധികം മൂപ്പര് കണ്ടിട്ടില്ല. അതായിരിക്കണം അതിൻ്റെ ഒരു കാരണം. ഏതായാലും ഇപ്പോൾ നമ്മളുടെ ഈ പടച്ചോൻ ജീവിച്ചിരുന്നത് നമ്മളുടെ ഈ സുമാത്രൻ ഐലൻഡ്സ് ആ ഭാഗത്തൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സൗത്ത് അമേരിക്കൻ റീജിയനിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഖുർആനിൽ മുഴുവൻ കാണാൻ സാധ്യതയുള്ള സാധനം എന്ന് പറയുന്നത് സൈക്ലോൺസിനെ കുറിച്ച്. ഏറ്റവും കൂടുതൽ സൈക്ലോൺസ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് നമ്മളുടെ US-ലൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്താ കാരണം? അവിടെ ദേ ആർ പ്രോൺ ടു സൈക്ലോൺസ്, ഹറിക്കെയിൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമാണ് ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ കാണണം, റഷ്യയിൽ കാണണം, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചോൻ മുക്കി അത് കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വയനാട് സംഭവിച്ച വിഷയം അത് കുറച്ച് ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ വിഷമാവസ്ഥയെക്കുറിച്ച് പറയുന്നു, അതിൽ വലിയ തോതിലുള്ള വിഷമം നമ്മൾ പങ്കുവെക്കുന്നു, ഒക്കെ സംഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് മുന്നേ കൂട്ടി അറിഞ്ഞ് അത് വാണിംഗ് കൊടുത്തിട്ടുള്ളൊരു സാധനമായിരുന്നു. ഇന്ത്യയുടെ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 25-ാം തീയതി ഇത്തരത്തിലുള്ളൊരു സംഭവത്തെക്കുറിച്ചുള്ള വാണിംഗ് കൊടുത്തിരുന്നു എന്നും അറിയാൻ കഴിയുന്നു. അത് കേരളം വേണ്ട ഗൗരവത്തിലെടുത്തില്ല എന്നാണ് അറിയുന്നത്. ഇനി മാത്രമല്ല, അത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള അടി അവിടെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെ കൽപ്പറ്റയിലുള്ള ഒരു ലോക്കൽ ഒരു ഏജൻസി അവർ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ട് അത് കൊടുത്തിരുന്നു. അക്കോർഡിംഗ് ടു ദ ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി ബേസ്ഡ് ഇൻ വയനാട്സ് കൽപ്പറ്റ ടൗൺ, മൾട്ടിപ്പിൾ ഏരിയാസ് ഇൻ ദ ഡിസ്ട്രിക്ട് ലക്കിടി, കാപ്പിക്കളം, സുഗന്ധഗിരി, തോടർനാട്, കുറുമ്പലക്കോട്ട ആൻഡ് മണിക്കുന്നമല ക്യാൻ വിറ്റ്നസ് ലാൻഡ് സ്ലൈഡ്സ് ഇഫ് ദ ഹെവി റെയിൻഫോൾ പെർസിസ്റ്റ്സ്. ഇവർ കൊടുത്ത മുന്നറിയിപ്പാണ്. 1 day before the devastating landslides in Kerala's Wayanad, an environmental organization tracking local weather data flagged the potential disaster to the district administration. And now it has warned more such landslides in the district this monsoon. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കോറി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന സാധനമാണോ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ്സ്? അതായത് ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടും ഇതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് അത് സോൺസ് ആയിട്ട് തിരിച്ച് അതിനകത്ത് എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം, എവിടെയൊക്കെയാണ് പ്രശ്നം കുറവുള്ളതെന്നുള്ളതിനനുസരിച്ചിട്ട് ഒരു 3 കാറ്റഗറി 2 കാറ്റഗറിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കാറ്റഗറി 1 എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
അവിടെ പോയിട്ട് ഒരാളും താമസിക്കാൻ പാടില്ല എന്നതാണ് സത്യത്തിൽ അതിൻ്റെ മാനദണ്ഡം. എന്നാൽ ഈ ഒരു ഏരിയ, ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു സോൺ 1 ആയിരിക്കെ അവിടെ സ്കൂള് പണിയുന്നു, അവിടെ ഇതുപോലെയുള്ള സെറ്റിൽമെൻറ്റ്സ്, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് അവിടെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇതുപോലെ ദുരന്തം വരുന്ന സമയത്ത് നമ്മൾ അവിടെ കിടന്ന് നിലവിളിക്കുന്നു. ഇതല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അനാസ്ഥ, ഈ ദുരന്തം വരുത്തി വെച്ചത് പടച്ചോനാണോ അതോ മനുഷ്യർ തന്നെയാണോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച മാപ്പിൽ നിങ്ങൾക്ക് വോൾക്കാനിക് ഇറപ്ഷൻസ് കാണുന്ന സ്ഥലങ്ങൾ കണ്ടു. അങ്ങനെ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വോൾക്കാനോ, ആ ഒരു വോൾക്കാനിക് മൗണ്ടൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ റിസോർട്ട് പണിയോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ അവിടെ ഒരു കുടിലെങ്കിലും കെട്ടുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇല്ലല്ലോ. നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഇതെപ്പോൾ വേണമെങ്കിലും പൊട്ടാം, ഇത് പൊട്ടിയ വലിയ പ്രശ്നമാണ്, നമ്മൾ ജീവനും കൊണ്ട് ഓടേണ്ടി വരും, ചിലപ്പോൾ ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കും ഇതുപോലെ പൊട്ടിയാൽ നമ്മൾ മരിച്ചു പോകും, അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നത് സേഫ് അല്ല, ഇതൊരു ഡേഞ്ചറസ് സോണാണ്, ഇതൊരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണാണ്, ഇവിടെ നമ്മൾ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതിൻ്റെ ആഘാതം അത് ഏൽക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം നോക്കി പോയി അല്ലേ നിങ്ങളവിടെ താമസിക്കുക. അപ്പോൾ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇതുപോലെയുള്ളൊരു പർവ്വതത്തിൻ്റെ അരികിൽ നിങ്ങൾ താമസിക്കില്ല. അതിന് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് അത് തിരഞ്ഞെടുക്കാതിരിക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ വീട് വെച്ച് കുടിൽ കെട്ടി ഇതുപോലെ ഹോസ്പിറ്റൽ പണിതും സ്കൂള് പണിതും ഇങ്ങനെ വലിയ തോതിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്ന രീതിയിൽ അവിടെ ചിലവഴിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. കാരണം ഇത് നമ്മളുടെ ജിയോഗ്രഫിക്കൽ ആ ഒരു ഫോർമേഷൻ്റെ ഭാഗമായിട്ട്, ടോപ്പോഗ്രഫി ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ജിയോഗ്രഫിക്കൽ ഇവൻറ്റ്സാണത്. അത് ടോപ്പോഗ്രഫി ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ഇവൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ഭൂകമ്പത്തിൽ പറയുന്നത് പോലെ ഇതിൽ സംഭവിക്കുന്ന കാര്യമാണിത്. മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം കൂടുതലായിട്ട് ഇറങ്ങി അത് ആ മണ്ണിൻ്റെ അടിയിൽ പർവ്വതങ്ങൾക്കിടയിലേക്ക് കിനിഞ്ഞിറങ്ങി അത് അവിടെ കെട്ടി ഒരു ഘട്ടം എത്തുമ്പോൾ സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ അത് ആ ഭാരം, ആ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ അതെല്ലാം കൂടി താഴേക്ക് പോരും. ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ കോറിയുടെ ആവശ്യമില്ല, ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പടച്ചോൻ്റെയും ആവശ്യമില്ല. ഇത് മനുഷ്യന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ആ ഏരിയയിൽ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കുറേ കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അതൊരു താഴ്ന്ന ഒരു പ്രദേശമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. പക്ഷേ അതിന് വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും ഒരു തലമുറയോ 2 തലമുറയോ 3 10 തലമുറയൊക്കെ വേണ്ടി വരും. ഇങ്ങനെയാണ് ഭൂമിയിൽ ഇന്ന് പല സ്ഥലങ്ങളും നമ്മളിന്ന് ജീവിക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിയത്. കാരണം അങ്ങനെ ഇതുപോലെ മലകൾ കുന്നുകളായിരുന്നു പലയിടത്തും. മഴ പെയ്തും വെള്ളം കെട്ടി നിന്നും ഇതിൽ ഒലിച്ചു പോയും ഒക്കെ തന്നെയാണ് ഇത് മാറിഞ്ഞ് ഇന്ന് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാതെ, ഇതിൽ പറയുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാതെ, എല്ലാത്തിനും ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടോ നമ്മളുടെ കഴിവുകേടാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര വീക്കാണ്, നമ്മൾ ഒരു ദുർബലനാണ് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടോ ഇതിലെന്ത് ഗുണമാണുള്ളത്? ഇതുകൊണ്ട് നമുക്ക് ആർക്കാണ് ദോഷം? നമുക്ക് തന്നെയല്ലേ ദോഷം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതിൽ മതം പറയുന്ന പോലെ നിങ്ങൾ ദുർബലരാണ് എന്ന് പറഞ്ഞിരിക്കുകയാണോ വേണ്ടത്? അതോ ഇത്തരം കാര്യങ്ങളെ കണ്ടെത്തി മുൻകൂട്ടി മനസ്സിലാക്കി നമ്മളുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണോ വേണ്ടത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഞാൻ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് എടുക്കേണ്ടത്. അവിടെ അതിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് പരീക്ഷണമാണ്, ഇത് ശിക്ഷയാണ് എന്നൊക്കെയുള്ള മത അശ്ലീലം, ആ ഒരു തോന്നിയാസം അത് മാറ്റി വെച്ചിട്ട് ഇത് ഇന്ന കാരണം കൊണ്ടാണ്, ഇതൊരു നമ്മളെ ഭൂമിയിലുണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്, അതിൽ നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി മാറണം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ ഒഡീഷയിൽ നിന്നുള്ളൊരു വിശേഷം. നമ്മളുടെ നാട്ടിൽ ഈ ബേ ഓഫ് ബംഗാൾ ആ ഒരു ഏരിയയിലും ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ US ഈ കൊടുങ്കാറ്റുകളെക്കുറിച്ച് പറഞ്ഞത്, സമാനമായ രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ സൈക്ലോൺ പ്രോൺ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ ഒഡീഷ എന്ന് പറയുന്ന സ്ഥലം. ഒഡീഷ വളരെ തോതിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവിടെ മരണനിരക്ക് വളരെ കുറവാണ്. എന്താ അവർ ചെയ്തത്? ആ ചെയ്ത കാര്യം ഇന്ന് ലോക പ്രശംസ നേരിട്ടിരിക്കുകയാണ്. അപ്പോൾ പടച്ചോനൊരു വശത്ത് പറയുന്നത് നിങ്ങളെ നാം കാറ്റുകൊണ്ട് അത് ബീപ്പിട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കാറ്റുകൊണ്ട് പരീക്ഷിക്കുന്നു പറയുന്നു. പക്ഷേ നമ്മളെ കാറ്റ് വരുന്ന സമയത്ത് നമ്മളുടെ ഒഡീഷക്കാരെന്താ ചെയ്തത്? അവരവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ കാറ്റ് വീശി അപകടമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും 1 മില്യൺ ആളുകളെയാണ് അവർ മാറ്റി പാർപ്പിച്ചത്. ആൻഡ് ദാറ്റ് വാസ് എൻ ഇൻ്റർനാഷണൽ ഒരു സബ്ജക്റ്റ് ഓഫ് ഡിസ്കഷൻ. അത്രയും വലിയൊരു സംഭവമായിട്ട് മാറി. വെൻ സൈക്ലോൺ ഫൈലിൻ struck the coast in 2013, Odisha carried out one of the most successful disaster management efforts in the world. ലോകത്ത് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയാണ് ഇവാക്യുവേറ്റിംഗ് ക്ലോസ് ടു 1 മില്യൺ പീപ്പിൾ അഹെഡ് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് സൈക്ലോൺ ടു ഹിറ്റ് ദ കൺട്രി സിൻസ് ദ സൂപ്പർ സൈക്ലോൺ.
അപ്പോൾ പടച്ചോൻ 1,000,000 ആളുകളെ കൊല്ലാൻ നോക്കി, മനുഷ്യൻ 1,000,000 ആളുകളെ രക്ഷിച്ചു. അപ്പോൾ നിങ്ങൾ പറയും ഇത് പടച്ചോൻ തന്ന ബുദ്ധിയാണെന്ന്. പള്ളി പറഞ്ഞാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. പടച്ചോൻ ഇത്രയും വലിയ ബുദ്ധി കൊടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട എന്താണ്? ഈ സൈക്ലോണും ഈ പറയുന്ന ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യം ഒന്ന് ഒഴിവാക്കുക. മാത്രമല്ല ഈ സാധനമൊക്കെ കൊടുത്തിട്ട് കുറേ ആളുകൾ ഇത് ഈ ടെക്നോളജി വരുന്നതിന് മുന്നേ ചത്ത് ഒടുങ്ങി കാഫിറായിട്ട് മരിച്ചതിൻ്റെ പേരിൽ ഇന്നും അവിടെ നരകത്തിൽ കിടക്കണം. അവരെ പിടിച്ച് ആദ്യം ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഇടും. എന്നിട്ട് മതി മനുഷ്യൻ്റെ ബുദ്ധി ഞാനാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഉളുപ്പുണ്ടോ ഈ ഇമാതിരി ഒരു നാണം കെട്ട എട്ടുകാലി മമ്മൂഞ്ഞാവാൻ ഉളുപ്പുണ്ടോ ദൈവമേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പടച്ചോനാണ് കേട്ടോ ഈ സൂക്കേട് ഏറ്റവും കൂടുതൽ. ബാക്കി ദൈവങ്ങളൊക്കെ കുറച്ചെങ്കിലും മാന്യന്മാരാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അപ്പോൾ ഇത് ഒരു മോഡൽ. എങ്ങനെയാണ് മനുഷ്യൻ ഇതിനെ മിറ്റിഗേറ്റ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിഷയം. അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കപ്പെടുന്ന പല രീതിയിലുള്ള സാധനങ്ങൾ, ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, ഡിസാസ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷൻസ്, കമ്മ്യൂണിക്കേഷൻ, ട്രാക്കിംഗ്, മാരിടൈം അഫയേഴ്സ്, എമർജൻസി ആൻഡ് സേഫ്റ്റി, സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്, അങ്ങനെ പല പല സംഗതികളെല്ലാം ഏകോപിപ്പിച്ചിട്ട് നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ്, അത് ഇന്ന് മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, ഒരു ദൈവത്തിന് സാധിക്കില്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ സാധിക്കും ഇതിനൊക്കെ ഉള്ള ബുദ്ധി പടച്ചോനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് എനിക്ക് ആവർത്തിക്കാനുള്ളൂ. ഇതുപോലെ മുന്നേ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ പടച്ചോൻ ഉണ്ടാക്കിയിട്ടുള്ള ലാൻഡ് സ്ലൈഡിലും പടച്ചോൻ ഉണ്ടാക്കിയിട്ടുള്ള ഭൂകമ്പത്തിലും ചത്തുപോയിട്ടുള്ള കാഫിറുകൾ ഇപ്പോഴും സ്വർഗ്ഗത്തിൽ എത്തിയിട്ടില്ല. അവരെത്തൂല എന്ന് പറഞ്ഞു, നിത്യനരകത്തിലായിരിക്കുന്ന പറയുന്നത്. കാരണം എന്താണ്? അവർ കുറേ നന്മ ചെയ്തു, പക്ഷേ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളായിരുന്നു. അവർ എന്ത് കാരണമായാലും ശരി, എത്ര നന്മ ചെയ്താലും ശരി, ആഴക്കടലായത്ത് പ്രകാരം അവർ സ്വർഗ്ഗത്തിൽ പോവില്ല, ശിർക്ക് ചെയ്തവരായതുകൊണ്ട് എന്നാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇതുപോലെ കൊന്നൊടുക്കിയത് കുറേ എണ്ണം ഉണ്ട് പടച്ചോൻ. അവരാദ്യം ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷിക്കും, എന്നിട്ട് മതി മനുഷ്യൻ്റെ ബുദ്ധിയുടെ ആ ഒരു സാധനം ഏറ്റെടുക്കുന്നത്. ഇനി വേറെ കുറച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാസിൽ വീണ്ടും കുറച്ച് മദ്രസ പാഠങ്ങളുമായിട്ട് വരുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അതോടുകൂടി ഇത് അവസാനിക്കും. എന്നാൽ അതേ സമയത്ത് വേറെ ഭാഗത്ത് ഈ പറഞ്ഞ ദുരിതങ്ങളോട് വളരെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നവരുണ്ടാവും. അങ്ങനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ പ്രതികരിക്കുന്നവരുണ്ടാവും. ഈ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ജീവിതം. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ആവർത്തിച്ച് തന്നെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങൾ മനുഷ്യനുണ്ടാകും. അതായത് മറത്തൻ ഔ മറത്തൈൻ, ഓരോ കൊല്ലവും 1 or 2 തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും നമ്മൾ ഇങ്ങനെയുള്ള പ്രളയവും അതുപോലെ തന്നെ ദുരിതങ്ങളും ഉരുൾപൊട്ടലുകളും എല്ലാം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കൊല്ലവും 1 or 2 തവണ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ കാണുന്നില്ലേ? എന്നിട്ട് അവരോട് പറയാണ്, എന്നിട്ടും അവർ ഖേദിച്ച് മനസ്സിലാക്കുന്നില്ല, ഖേദിച്ച് മടങ്ങുന്നില്ല, ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗമാകട്ടെ, അസ്വസ്ഥതയാകട്ടെ, ഒരു വിശ്വാസിയെ ബാധിക്കുന്നില്ല, തൻ്റെ തെറ്റുകൾ മായ്ച്ചുകൊണ്ടല്ല. ഇതല്ല ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഈ വേദനകളിലൂടെ കടന്നു പോകുന്നവർക്ക് മതം നൽകുന്ന ഒരു ആശ്വാസമുണ്ട്. അതെന്താ? ഈ ഓരോ വേദനക്കും മുഹമ്മദ് നബിയുടെ ഹദീസിൽ കാണാൻ സാധിക്കുന്നത്, മുള്ളു കുത്തുന്ന ഒരു വേദന അനുഭവിച്ച ആളുകൾക്ക് പോലും ആ വേദനയുടെ തത്തുല്യമായ ഒരു പാപപരിഹാരം ഉണ്ടാകുമെന്നാണ്. അവർക്കതിനുള്ള തെറ്റുകൾ മായ്ക്കപ്പെട്ടുന്നത്. അതുപോലെ തന്നെ മാനസികമായുള്ള ഒരു പ്രയാസം ഒരാൾ അഭിമുഖീകരിച്ചാൽ പോലും അതിന് തത്തുല്യമായി കൊണ്ട് പടച്ചോന് വേറെ ഒരു വഴിയില്ല കേട്ടോ. പടച്ചോൻ്റെ ഏറ്റവും വലിയ ടെക്നോളജിയാണ് ഇതുപോലെ ആളുകൾക്ക് വേദന കൊടുത്ത് പരീക്ഷിക്കുക എന്ന് പറയുന്നത്. ഇതിൽ വലിയ വേറെ ഊളത്തരം വേറെ ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു കഴമ്പ് വേണ്ടേ? ഇതിൽ പറയുന്നത് എന്താണ്? മതത്തിൽ ഇതൊക്കെ വലിയ സംഭവമാണെന്ന് പറയുന്നു. നമ്മൾ ഈ മതത്തിൽ വേറെയും മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. മതം പഠിപ്പിക്കുന്ന, ഞാൻ മണ്ടത്തരം നേരെ പറഞ്ഞു, ഇതൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് ഒരു യുക്തിയും മതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇടിവെട്ട് ഇടിമിന്നൽ എന്തിനാണ്? നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഇന്ന് ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? അങ്ങ് മക്കയിലുള്ള പള്ളി ക്ലോക്ക് ടവർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ഇരിപ്പുണ്ട്, നമ്മുടെ സുഹൃത്ത് തന്നതാണ്. ഇന്ന് ഞങ്ങൾ വലിയ അടിയാണ് കേട്ടോ. പുള്ളി ഒരു വലിയ വിശ്വാസിയായി, ഞാൻ വിശ്വാസിയല്ല. പിന്നെ വേറെ ചില ഇടപാടിൻ്റെയൊക്കെ പേരിൽ വലിയ കച്ചറയാണ്. പോട്ടെ, എന്തായാലും പുള്ളി തന്ന സമ്മാനം എപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ മക്ക ക്ലോക്ക് ടവറിൽ. അപ്പോൾ ഇന്ന് മക്കയുടെ ആ ക്ലോക്ക് ടവറിലുള്ള ആളുകൾ അവർ ഇടിവെട്ടുമ്പോൾ, പണ്ട് ഇടിവെട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ തരും. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ കൊണ്ട് ഉമ്മയൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ എന്നൊക്കെ ഓദിക്കോ ഇടിവെട്ട് ഇപ്പോൾ പോകുന്നതാണ് പറയാം. നമ്മൾ കുറേ ഓതിക്കൊണ്ടിരുന്ന് എവിടെ ഇടിവെട്ട് പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ തന്നെ നിൽക്കും. ഇത്രയേ ഉള്ളൂ എന്ന് കുറേ കഴിയുമ്പോൾ മനസ്സിലായി. പിന്നെയാണ് മനസ്സിലായത് വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ മുകളിൽ ഇതുപോലെ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആവശ്യമില്ല, തവക്കൽതു അലല്ലാഹിൻ്റെ ആവശ്യമില്ല.
ലൈറ്റ്നിങ് അറസ്റ്ററിനെ മൂപ്പര് നോക്കിക്കോളൂ, പടച്ചോൻ്റെ ആവശ്യമില്ല എന്ന് വരുന്നിടത്ത് പിന്നെ എവിടെയാണ് ഈ ദൈവത്തിൻ്റെ പേടിപ്പിക്കൽ നടക്കുക? അപ്പോൾ നിങ്ങളൊരു വശത്ത് പറയുന്നത് നമ്മൾ ഭാഗികമായിട്ട് അങ്ങ് എടുക്കുകയാണെന്ന് തന്നെ കൂട്ടുക, ഇതൊക്കെ പടച്ചോൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വേറൊരു വശത്ത് മനുഷ്യന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നു. ഇവിടെ പറഞ്ഞല്ലോ നിങ്ങൾ രോഗം കൊണ്ട് പരീക്ഷിക്കും. ലോകം കണ്ട ഏറ്റവും വലിയൊരു രോഗമായിരുന്നു പ്ലേഗ് ഒരിക്കലും മക്കയിലേക്കും മദീനയിലേക്കും വരില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരു കാലം വരെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇവിടെ കോവിഡ് വന്നിട്ട് അത് പൂട്ടിപ്പോയത്, അത് വേറെ വിഷയം. അതേപോലെ പ്ലേഗ് മനുഷ്യൻ എങ്ങനെ കൺട്രോൾ ചെയ്തത്? ഇവിടെ വസൂരി പോലെയുള്ള അസുഖങ്ങൾ, പല അസുഖങ്ങൾ മനുഷ്യനെ ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി എന്ന് പറയുന്ന സാധനങ്ങൾ മനുഷ്യൻ സിമ്പിളായിട്ട് വാക്സിൻ ഉപയോഗിച്ചിട്ട് അതിനെ പ്രതിരോധിച്ചില്ലേ? അപ്പോൾ ഇവിടെ പടച്ചോൻ വലിയ പരീക്ഷണമൊക്കെ ആയിട്ട് വലിയ സംഭവമൊക്കെ ആയിട്ട് വരും, മനുഷ്യൻ സിമ്പിളായിട്ട് ഒരു വാക്സിൻ ഇട്ട് അതിനെ അങ്ങോട്ട് തീർക്കും. ഇത്രയാണ് കാര്യങ്ങൾ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ പടച്ചോൻ പണ്ട് പരീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് മനുഷ്യൻ 40 വയസ്സ് 20 വയസ്സിലൊക്കെയാണ് അകാല ചരമം പ്രാപിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലും 30 വയസ്സൊക്കെയാണ് കഷ്ടിച്ച് ഇവിടുത്തെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. ഇന്ന് അത് 65-ന് മേലേക്ക് എത്തുന്നു. കേരളത്തിൽ അത് 80-നോട് അടുത്ത് എത്തുന്നു. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളായിട്ട് മാറുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? ബെറ്റർ ഹെൽത്ത് കെയർ, ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് വലിയ റോളൊന്നുമില്ല. ഇത് അഹന്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹന്തയല്ല, ഇത് മനുഷ്യൻ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ചിന്തയാണ്. അതായത് ഇത് ദൈവം പിന്നെ നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു യന്ത്രമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. ചുമ്മാ വന്ന് പരീക്ഷിക്കുക, ചുമ്മാ വന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കുക, ചുമ്മാ വന്ന് ഭൂകമ്പം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഇന്ന സ്ഥലത്തൊക്കെ മാപ്പ് ഉണ്ട്. അപ്പോൾ പടച്ചോൻ ഈ സ്ഥലത്ത് മാത്രമേ ഭൂകമ്പം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, പടച്ചോൻ ഈ സ്ഥലത്ത് മാത്രമാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, പടച്ചോൻ ഈ സ്ഥലത്ത് മാത്രമാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വരുമ്പോൾ പടച്ചോൻ്റെ കഴിവ് പൊളിയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ പടച്ചോൻ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് അത് ലോകത്ത് എല്ലായിടത്തും ഒരേപോലെ, ആ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ആ മാപ്പ് അങ്ങനെ കാണാൻ കഴിയണം, അങ്ങനെ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഭൂകമ്പം നമ്മളെടുത്താൽ അത് ആ മാപ്പ് നിറഞ്ഞു നിൽക്കണം, അത് കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഇറ്റ്സ് നോട്ട് കോറിലേറ്റിംഗ് വിത്ത് ദ ഗോഡ് കൺസെപ്റ്റ്. അത് കോറിലേറ്റ് ചെയ്യുന്നത് ടെക്ടോണിക് പ്ലേറ്റ്സുമായിട്ടാണ്, അത് കോറിലേറ്റ് ചെയ്യുന്നത് മൗണ്ടനസ് ആയിട്ടുള്ള റീജിയനുമായിട്ടാണ്, അത് കോറിലേറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള വോൾക്കാനിക് പോസിബിലിറ്റിയുള്ള സ്ഥലങ്ങളുമായിട്ടാണ് എന്ന് പറഞ്ഞ പോലെ ലോ സീ ലെവലുള്ള സ്ഥലങ്ങളുമായിട്ടാണ് പലതും ചേർന്ന്. അങ്ങനെ ഓരോ വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള ഫിനോമിനനാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പടച്ചോന് പങ്കൊന്നുമില്ല എന്ന് മനസ്സിലാവുക മാത്രമല്ല, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് മനുഷ്യനുണ്ട്, ശാസ്ത്രം, ചിന്ത, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് വരുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം അന്ന് പറഞ്ഞു വെച്ച സംഗതി ഇവിടെ ക്ലിയർ ആവുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി ക്ലിയർ ആവുന്നത് എന്താണ്? ഈ പടച്ചോൻ എന്ന് പറയുന്നത് സത്യത്തിലൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്നും കൂടി അവിടെ പറയുകയാണ്. ചുമ്മാ ആളുകളെ അങ്ങ് പരീക്ഷിക്കുക, അവരെ ചുമ്മാ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആളുകളെ കുഴപ്പത്തിൽ ചാടിച്ചുകൊണ്ടിരിക്കുക, ഇത് തന്നെയാണ് അവിടെ പറയുന്നത്. ഞാൻ വലിയ സംഭവമാണെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ സാധാരണ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ എടുത്തു പറയുന്നൊരു സാധനമുണ്ട്, യു വിൽ ഫീൽ ലൈക്ക് വാക്കിംഗ് ഓൺ എ എക്സൽ എന്ന് പറയുന്നൊരു സംഗതി. നിങ്ങൾക്ക് ഇപ്പോൾ പൊട്ടും, നമ്മളൊന്നും അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ നരകത്തിലെത്തും എന്ന ചിന്തയിൽ നിങ്ങൾ നടക്കേണ്ടി വരുന്നു. ഇത് തന്നെയാണ് ഈ പടച്ചോൻ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് എന്ന് പറയേണ്ടതിൻ്റെ ഏറ്റവും വലിയ ചിഹ്നം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാം എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയോ എന്ന ചിന്തയുമായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അതൊരു വലിയ ഡിപ്രഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് ഈ പടച്ചോൻ ഒരു നാർസിസ്റ്റാണെന്ന് പറയേണ്ടി വരുന്നത്. അതേപോലെ പല സാധനങ്ങൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്തെങ്കിലും നന്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത്, നിനക്ക് നോം കണ്ണ് തന്നില്ലേ, നിനക്ക് നോം മൂക്ക് തന്നില്ലേ, നിനക്ക് നോം മറ്റേ സാധനം തന്നില്ലേ, ഒടിയാത്ത ലിംഗം തരുന്നില്ലേ, കള്ള് തരുന്നില്ലേ, പെണ്ണ്, എന്നിട്ടും നീ ഇങ്ങനെ ചെയ്യണോ, എന്നോട് നന്ദികേട് കാണിക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യം, ഈ ഉണ്ട ചോറിന് നന്ദി കാണിക്കണം എന്ന് പറയുന്ന ആ വാദവുമായിട്ട് ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഏത് കോപ്പിലെ പടച്ചോനാണെങ്കിലും ശരി, അതൊരു നാർസിസ്റ്റാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. അതാണ്, അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉദാഹരണമായിട്ട് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പടച്ചോനും ഇതുപോലുള്ള ഒരു മനുഷ്യനാണെന്നും ആ മനുഷ്യൻ സത്യത്തിൽ മുഹമ്മദ് നബിയാണ് എന്നും ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. പടച്ചോൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയം ഞാനിവിടെ ഇത്രയും വിശദമായിട്ട് പറയാനുണ്ടായ അവസരം തുടക്കത്തിൽ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 25 പ്രകാരം നിങ്ങൾക്ക് മതം ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം മാത്രമല്ല ഉള്ളത്, അതിന് വിരുദ്ധമായ ആശയങ്ങളെയും നിങ്ങളുടെ കൺഷ്യൻസിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മതത്തിനെതിരെയുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 തരുന്നുണ്ട്. ഫ്രീ സ്പീച്ച് അതും ഇവിടെ ആർട്ടിക്കിൾ 19 ഇവിടെ തരുന്നുണ്ട്. അതിവിടെ ഉപയോഗിക്കും. അത് 2ാം ക്ലാസ്സുകാരി ഉപയോഗിക്കും, 10ാം ക്ലാസ്സുകാരൻ ഉപയോഗിക്കും, ഹോമിയോ ഡോക്ടർ ഉപയോഗിക്കും, എമുക്കൾ ഉപയോഗിക്കും, യുക്തിവാദികൾ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ
ഇനി എപ്പോൾ ഉപയോഗിക്കും എന്നുള്ളതാണല്ലോ പ്രശ്നം. ദുരന്തമുഖത്തിരുന്നിട്ട് നിങ്ങൾ മതം പ്രചരിപ്പിച്ചാൽ അതേ ദുരന്തമുഖത്തിരുന്നിട്ട് മതത്തിനെതിരെയുള്ള കാര്യങ്ങളും നമ്മൾ പ്രചരിപ്പിക്കും. അപ്പോൾ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇവിടെ വീണ്ടും ഞാൻ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്, പടച്ചോൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ, ഒരു ജന്തു ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. എനിക്കൊറ്റ ചോദ്യം ചെയ്യാൻ, നിങ്ങൾ എന്ത് കോപ്പിലെ കാരുണ്യവാനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്ര വലിയ കാരുണ്യവാനാണ്, എന്തിനാ ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് മനുഷ്യനെ പരീക്ഷിക്കാൻ എന്തെല്ലാം വഴികൾ വേറെ ഉണ്ട്. ഈ തരത്തിലുള്ള പരീക്ഷണങ്ങൾ എന്തിനാണെന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. മാത്രമല്ല, നിങ്ങൾ ഫൈൻ ട്യൂൺ ആക്കിയൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്ന സാധനം ഇതാണോ? ഇതിനേക്കാൾ ഭേദം ഇത് ഉണ്ടാക്കാൻ നിൽക്കാതിരിക്കുന്നതായിരുന്നു. നിങ്ങൾ ഖുറാനിൽ പറയുന്നുണ്ടല്ലോ, അഹ്സനുൽ ഖാലിഖീൻ എന്ന്. സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച സൃഷ്ടികർത്താക്കൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സൃഷ്ടികർത്താക്കളെയും കൂടി എനിക്കൊന്ന് കാണണം. അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടി എനിക്കൊന്ന് വേണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നിങ്ങൾ സ്വയം പറഞ്ഞാൽ പോരല്ലോ ഞാൻ വലിയ സംഭവമാണെന്ന്, ഞാൻ വിമൽ കുമാറാണെന്ന് സ്വന്തം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ബാക്കിയുള്ള പടച്ചോന്മാരെയും എനിക്കൊന്ന് അറിയേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. അവരുണ്ടാക്കിയ സാധനം എങ്ങനെയാണെന്ന് കൂടി ഒന്ന് കാണണം എന്നുകൂടി പറഞ്ഞിട്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇതുപോലെ സമാനമായിട്ടുള്ളൊരു വിഷയം നമ്മൾ മുന്നേ പറഞ്ഞ ഭൂകമ്പം ഉണ്ടാക്കിയ അള്ളാഹു എത്ര കാരുണ്യവാൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തതുണ്ട്. ചെറിയ വീഡിയോ ആണ്, റിയാക്ഷൻ അല്ല. ഇതിപ്പോൾ റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് നീണ്ടുപോയിരിക്കുന്നത്. കാരണം ഇത് വേറെ വഴിയില്ല. എങ്ങനെയാണ് ഈ മദ്രസ ജീവികൾ ഈ വിഷയത്തെ ദുരുപയോഗം ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടി ആയതുകൊണ്ട് നീണ്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം, കുറച്ച് പഴയതാണ്. അപ്പോൾ അതിൽ വിശദമായിട്ട് ഈ ഭൂകമ്പത്തെ എങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഏത് രീതിയിൽ കാണണമെന്നാണ് ഇസ്ലാം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാം. വേണമെങ്കിൽ ഞാൻ നോക്കട്ടെ, അത് രണ്ടാമത് നാളെ ഒന്ന് നമുക്ക് സ്ട്രീം ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് ആ വിഷയം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്യുക. നമുക്ക് വലിയ തോതിലുള്ള സപ്പോർട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ നന്ദി ഞാൻ അറിയിക്കുന്നു, ഡൊണേഷൻസും രീതിയിലൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക്. അതുകൂടാതെ നമ്മളെ നിരന്തരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളിലൂടെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അത് ഒരു വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും പലപ്പോഴും ഇന്ത്യ പോലും വിട്ടുപോയി നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പോലും നമ്മളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങൾ നമ്മളിൽ അർപ്പിക്കുന്ന ഒരു ഹോപ്പ്. അത് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മളെപ്പോലെ ഒരു 10 ആൾ അല്ലെങ്കിൽ 2 ആളെങ്കിലും മിനിമം വേറെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ശ്വാസം വിടാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, നിലവിലെ സാഹചര്യത്തിൽ അതങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തുടർന്നും കുറച്ച് കാലം കൂടി ഇങ്ങനെയൊക്കെ ചെയ്യണം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം, അതിവിടെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ മോട്ടിവേഷൻ, അത് ചില്ലറയല്ല, അത് വലിയ തോതിൽ നമുക്ക് ഗുണം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഒരു പ്രവൃത്തി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വരാനും നമ്മളുടെ വാദങ്ങൾ അത് ആരെയും ബോധിപ്പിക്കാനില്ലാതെ ആരെയും പേടിക്കാതെ ഭയക്കാതെ നമുക്ക് പറയാൻ സാധിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഇനി തുടരണം, നമുക്ക് ബോധമുള്ള കാലത്തോളം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി നീട്ടുന്നില്ല, ഇവിടെ നിർത്തുന്നു. ബാക്കി നമുക്ക് മറ്റ് ചില വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ NRC മുന്നോട്ട് വെക്കുന്ന ആ ഒരു വീട്, ഒരു കുടുംബത്തെയെങ്കിലും പുനരധിവസിപ്പിക്കാനുള്ള ആ ഒരു നീക്കം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, അത് നാളെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. 10 ലക്ഷം രൂപയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അത് നിങ്ങൾ കണ്ടറിഞ്ഞ് അതിൽ പങ്കുകൊള്ളണം എന്നും കൂടി ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.